ശാന്തി ശാന്തി ശാന്തി. Namaste and good morning. So we are going to deal with the 15th chapter, പതിനഞ്ചാമത്തെ അധ്യായം എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയുടെ തന്നെ ഒരു ആകെ സമ്മറി ആയിട്ട് അതിനെ കണക്കാക്കാം. ഇത് ഒരു ഭാഷ്യത്തിൽ പറയുന്നത് 15ാമത്തെ അധ്യായത്തില് ശരിക്കും ഭഗവത്ഗീത അവസാനിച്ചു എന്നാണ്. 15 അധ്യായം കൊണ്ട് അവസാനിപ്പിച്ചതാണ്. പക്ഷെ പിന്നീട് 2-3 അധ്യായങ്ങളും കൂടി ഒരു അപ്പൻഡിക്സ് മാതിരി ആഡ് ചെയ്തിട്ടാണ് 18 ആക്കിയത് എന്നാണ് പറയുന്നത്. അപ്പൊ 15ാമത്തെ അധ്യായം ശരിക്ക് ഒരു ഭഗവത്ഗീതയുടെ തന്നെ ഒരു ആകത്തുകയായിട്ട് നമുക്ക് കരുതാവുന്നതാണ്. സോ അപ്പോ അതിന്റെ ഒരു വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സമ്മറി എന്നുള്ള നിലയിലാണ് ഞാൻ ഇപ്പൊ ഇവിടെ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ കണ്ട സംഗതികളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഇൻഫിനിറ്റ് ആയിട്ടുള്ള ബ്രഹ്മം ദ ഇൻഫിനിറ്റ്, ആ ബ്രഹ്മം തന്നെയാണ് പിന്നീട് ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഈ യൂണിവേഴ്സ് ഉണ്ടായത്. യൂണിവേഴ്സൽ സെൽഫ് അല്ലെങ്കിൽ ഈശ്വര എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈശ്വരൻ, ആ ബ്രഹ്മത്തിൽ നിന്ന് ഈശ്വരന്റെ ഉള്ളിൽ തന്നെ നമ്മളൊക്കെ ഓരോരുത്തരും ഒരു ജീവനായിട്ടും ആ ജീവൻ എന്നിട്ട് ചിന്തകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു. അങ്ങനെയാണ് നമ്മളുടെ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. ഇത് ആക്ച്വലി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാൻ പറ്റില്ല. ദിസ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഹാപ്പനിങ് വിതിൻ ദ ഇൻഫിനിറ്റ്. ഇൻഫിനിറ്റിന്റെ ഉള്ളില് യൂണിവേഴ്സ് അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് യൂണിവേഴ്സ് ആയി മാറുകയല്ല ചെയ്യുന്നത്. ഇൻഫിനിറ്റ് ഉള്ളിൽ തന്നെ യൂണിവേഴ്സ് എമർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ യൂണിവേഴ്സിന്റെ ഉള്ളിൽ തന്നെയാണ് നമ്മളൊക്കെ ഓരോരുത്തരും എമർജ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാം ഒന്നിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ദ വൺ എന്ന് അന്ന് നമ്മുടെ സനാതന ധർമ്മത്തിൽ പറയുന്ന ആ ദ വൺ എന്ന് പറയുന്ന ബ്രഹ്മം, ആ ബ്രഹ്മം തന്നെയാണ് നമ്മളൊക്കെ. ബ്രഹ്മോ ജീവൈ അപരഹ എന്ന് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞതുകൊണ്ടാണ്. സോ ദാറ്റ് ദ ഇൻഫിനിറ്റ് ബിക്കംസ് ദ യൂണിവേഴ്സ് ബിക്കംസ് ദ ഇൻഡിവിജ്വൽ, ആൻഡ് ദ ഇൻഡിവിജ്വൽ ദെൻ വർക്ക്സ് in this world through the organs of perception and the organs of action. അപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളുടെ ഇൻഫിനിറ്റ് ആണ് യൂണിവേഴ്സൽ ആയിട്ട് മാറിയപ്പോൾ അവിടുത്തെ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ആയിട്ടുള്ള എല്ലാ എനർജീസുമായിട്ട് ട്രാൻസ്ഫോർമേറ്റ് ചെയ്ത് പിന്നീട് അത് വേർതിരിച്ചു വന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്തു വന്നു. ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ എനർജീസ് ആയിട്ട്. അങ്ങനെ ആ ഫിസിക്കൽ, കെമിക്കൽ എനർജീസ് ആണ് നമ്മളുടെ ഉള്ളിലൊക്കെ കോൺഷ്യസ്നെസ് ആയിട്ട് ലൈഫ് എന്ന് പറയുന്ന സാധനം പ്രൊവൈഡ് ചെയ്ത് നമ്മളുടെ ഉള്ളിൽ നമുക്ക് ഇന്റലക്ച്വൽ, മെന്റൽ, ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് തന്നു. ബുദ്ധിയുടെയും മനസ്സിന്റെയും പ്രാണന്റെയും ഒക്കെ ശക്തികളായിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് അത് മാറി. ഈ ബ്രഹ്മം നമ്മളുടെ ഉള്ളിൽ ഈ ശക്തികളായി വന്നു. അത് നമുക്ക് ചിന്താശക്തി ഉണ്ടാക്കി തന്നു, ചിന്തകളായി മാറി. ആ ചിന്തകള് പിന്നെ ഓർഗൻസ് ഓഫ് സെൻസസ് ആൻഡ് ആക്ഷൻ, പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് നമുക്ക് പ്രവർത്തനം ശക്തി ഉണ്ടാക്കി തരികയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് ഓർക്കാനും മറക്കാനും ഇൻഫറൻസസ് ഉണ്ടാക്കിയെടുക്കുവാനും, അതായത് ഡിസിഷൻ മേക്കിംഗ്, അങ്ങനെയുള്ള ബുദ്ധിയുടെ കഴിവുകള്, പിന്നെ നമ്മളുടെ ഡൈജഷൻ, നറിഷ്മെന്റ്, അങ്ങനെയുള്ള ശക്തികൾ, ഇതൊക്കെ നമ്മളുടെ ഉള്ളിലായി മാറിയത് ഈ പറയുന്ന ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ഫോഴ്സസ് നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോഴാണ്. മെറ്റബോളിസവും ഒക്കെ ആയി മാറിയിട്ട് നമ്മളുടെ ഉള്ളിൽ ഇത് ഇങ്ങനെയുള്ള ശക്തികളായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ദിസ് ഈസ് ബേസിക്കലി ദ ഇൻഫിനിറ്റ് എക്സ്പ്രസിംഗ് വിത്തിൻ അവേഴ്സ്. നമ്മളുടെ ബ്രഹ്മം നമ്മളുടെ ഉള്ളിൽ ഈശ്വരശക്തിയായിട്ട്, ബ്രഹ്മം നമ്മളുടെ ഉള്ളിൽ ഈശ്വരശക്തിയായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന ഇതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ പറയുന്ന ഓർമ്മശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി ഇതൊക്കെ ഉണ്ടാവുന്നത്. ഇതെല്ലാം നമുക്ക് ഉണ്ടായി വന്നത് നമ്മളുടെ ഉള്ളിലത്തെ അവേഴ്സായി മാറുന്നു. എന്നിട്ട് നമുക്ക് നമ്മളെ കൊണ്ട് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ ഓരോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ, ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ആ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ അത് എൻ്റെ ഉള്ളിലത്തെ ആത്മതത്വം പുറത്തേക്ക് പ്രകാശിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഉള്ളിലെ ആത്മതത്വം പുറത്തേക്ക് പ്രകാശിക്കുന്നു. അത് എങ്ങനെയാണ് പ്രകാശിക്കുന്നത്? എൻ്റെ ഉള്ളിലത്തെ എൻ്റെ മനസ്സിന്റെ ഉള്ളിലത്തെ ചിന്തകളെയും ഒക്കെ എടുത്തുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ആ മനസ്സിന്റെ ഉള്ളിലത്തെ ചിന്തകൾക്ക് ചില
കളറുകളൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ സത്വരജസ്തമോ ഗുണങ്ങൾ എന്നൊക്കെ പറയുന്നത്. മനസ്സിന്റെ ഗുണഗണങ്ങളാണ്. ഈ മെറ്റീരിയൽ ആയിട്ടുള്ള എല്ലാ സംഗതികൾക്കും ഉള്ള ഗുണഗണങ്ങളാണ് സത്വരജസ്തമോ ഗുണങ്ങൾ. ആ ഗുണങ്ങളെ എടുത്തുകൊണ്ട് അത് പുറത്തേക്ക് ചാടി വരും. അപ്പൊ നമ്മളുടെ മനസ്സ് ഏത് വിധത്തിലിരിക്കുന്നുവോ ആ സ്റ്റേറ്റ് അത് അതേപടി പുറത്തേക്ക് റിഫ്ലക്ട് ചെയ്യാനായിട്ടാണ് നമ്മളെ സഹായിക്കുന്നത്. ഈ ആത്മതത്വം നമ്മളുടെ ഉള്ളിൽ കയറി പുറത്തേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ആത്മതത്വത്തിന്റെ അനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് അതിനനുസരിച്ച് ശുദ്ധീകരിക്കണം. അപ്പൊ അതില് രജസും തമസും സത്വഗുണവും എല്ലാം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതാണ് ഇത്രയും നാള് നമ്മുടെ ഭഗവത്ഗീതയിൽ 14 അധ്യായത്തിലും പറഞ്ഞിരുന്നത്. അതാണ് കർമ്മങ്ങളെ കൊണ്ട് എങ്ങനെ നമുക്ക് ശുദ്ധീകരണം ഉണ്ടാക്കാം. പിന്നെ അതിനുശേഷം ഭക്തിയെ കൊണ്ട് എങ്ങനെ, അപ്പൊ നമ്മളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആത്മതത്വം എന്താണെന്നുള്ള ബോധം, ആ ബോധം ഉണ്ടാവുകയും അതിനോടുള്ള മറ്റേ പ്രേമം ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഭക്തി ഉണ്ടാകുന്നത്. ആ ഭക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മളെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മളെ ഉള്ളിലിരിക്കുന്ന ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ക്ഷേത്രജ്ഞൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയും, അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് സത്വരജസ്തമോ ഗുണങ്ങളെ എല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് 14 അധ്യായത്തിലും കൊണ്ട് അവസാനിപ്പിച്ചത്. ഇനി ഇപ്പൊ ഇതാണ് ആകത്തുക. ഇതാണ് ഇനി 15-ാം അധ്യായത്തിൽ ഒന്നും കൂടി ഊട്ടി ഉറപ്പിച്ച് പറയാൻ പോകുന്നത്. അപ്പൊ ഇത് ബേസിക്കലി നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ, താഴ്ന്ന് നോക്കുകയാണെങ്കിൽ ജ്ഞാനം, ആ ജ്ഞാനത്തിന്റെ അധിഷ്ഠിതമായിട്ടാണ് നമ്മളുടെ മനസ്സിന്റെ സ്ഥിതി ഉണ്ടാവുന്നത്. മൈൻഡ് സെറ്റ്, ആ മൈൻഡ് സെറ്റിനനുസരിച്ചിട്ട് നമ്മുടെ മോട്ടിവേഷൻസ് ഉണ്ടാവും. നമുക്ക് പ്രേരക ശക്തികൾ ആയിട്ടുണ്ടാവുന്നത് നമ്മളുടെ മൈൻഡ് സെറ്റിനനുസരിച്ച് ആയിട്ടാണ് ഉണ്ടാവുന്നത്. ആ പ്രേരക ശക്തികളെ നമ്മളുടെ ആറ്റിറ്റ്യൂഡ്സിനെ ഷേപ്പ് ചെയ്യുന്നു, ആപ്റ്റിറ്റ്യൂഡ്സിനെ ഷേപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. താഴെ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആരോ കാണിക്കുന്നത് അതാണ്. അപ്പൊ ഇതിൽ ഈ മോട്ടിവേഷൻസ് എന്ന് പറയുന്ന സംഗതിയാണ്. അവിടെയാണ് നമുക്ക് 2 വിധത്തിലാവാം. ഒന്ന്, താഴേക്കുള്ളത് സെൽഫ്ലെസ്നെസ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട് അവിടെ. അതായത് ജ്ഞാനത്തിലേക്ക് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. അതുകൊണ്ടാണ് ഞാനിവിടെ നോളജ് താഴെ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് സെൽഫ്ലെസ്നെസ് താഴേക്ക് മാറ്റി കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ വി വിൽ ബി വർക്കിംഗ് മോർ വിത്ത് സട്ടിൽ ഇന്റലക്ട് ആൻഡ് വിസ്ഡം. അതിലേക്ക് നമുക്ക് എത്തിച്ചേരുമ്പോൾ സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറിച്ചിലാണ് അവിടെ തമസ് കുറവും സത്വം കൂടുതലും. സാത്വിക് ആൻഡ് സാത്വിക് രജസ് അത് നമ്മൾ കൂടി വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സെൽഫ്ലെസ്നെസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്. അതല്ലെങ്കിൽ മോട്ടിവേഷൻസ് ക്യാൻ ഓൾസോ ബി സെൽഫിഷ്, വേർ ഗ്രോസ് ഇന്റലക്ട്, മൈൻഡ് ആൻഡ് ദ സെൻസസ് ആർ ഡ്രൈവിംഗ് അസ്. അപ്പോൾ നമ്മുടെ സത്വഗുണത്തിനേക്കാൾ കൂടുതൽ രജസും താമസിക് രജസ് ഒക്കെ ആയിരിക്കും കൂടുതൽ പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്, തമസും. അപ്പൊ ആ ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദിസ് ഈസ് ബേസിക്കലി വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പൊ അത് നമുക്ക് ഒന്നും കൂടി അതിനെ ഈ നോളജിനെ മുകളിലേക്ക് വെച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഇറ്റ് ബി ലൈക്ക് ദാറ്റ്. നോളജ് മുകളിലേക്ക് വരുമ്പോൾ ആ നോളജാണ് നമ്മളുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കേണ്ടത്. മോട്ടിവേഷൻസ് ആക്കി മാറ്റി അത് സെൽഫ്ലെസ്നെസ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളെ തിരിച്ച് മുകളിലേക്ക് തന്നെ കൊണ്ടുപോകും. സെൽഫിഷ്നെസ് ആവുമ്പോൾ അത് ഈ സ്വാർത്ഥത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ആവുമ്പോൾ നമ്മളെ അത് വലിച്ച് താഴേക്ക് കൊണ്ടുവരും സെൽഫിഷ്നെസ്. അപ്പൊ ആ ഒരു താഴേക്കും മുകളിലേക്കുമുള്ള ആ ഒരു പ്രക്രിയ, ഇത് മുകളിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നോർത്ത് വേൾഡ് ഉത്തരായണം, നമ്മളുടെ ചിന്തകള് മോശമായിട്ട് ഉള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മളെ വലിച്ച് ദക്ഷിണായനത്തിലേക്ക്, സൗത്തിലേക്കും കൊണ്ടുപോകും. അപ്പൊ ഈ ഉത്തരായണവും ദക്ഷിണായനവും ഇത് എന്താണെന്നും ഒക്കെ നമ്മള് കണ്ടിരുന്നു പല 13-ാമത്തെ ചാപ്റ്ററിലും 8-ാമത്തെ ചാപ്റ്ററിലും ഒക്കെ. പിന്നീട് അപ്പൊ ഇതാണ് നമ്മുടെ പിക്ചർ. ഇനി ഇതാണ് 15-ാം അധ്യായത്തിന്റെ സെറ്റിംഗ്. ഈ 15-ാം അധ്യായത്തിന്റെ സെറ്റിംഗ് ഇത് ഒരു കാണിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു മരം, നോളജ് ആണ് അതിന്റെ റൂട്ട്, മൈൻഡ് സെറ്റ് ഇസ് ദ ട്രങ്ക് ആൻഡ് ദെൻ ദ മോട്ടിവേഷൻസ്. ഇലകളാണ് ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ, അതിലത്തെ പഴങ്ങളാണ് നമ്മളുടെ ആറ്റിറ്റ്യൂഡ്സ്. അപ്പൊ ഇത് ചിത്രീകരിച്ചിരിക്കുന്നത് ഇൻവെർട്ടഡ് ട്രീ ആയിട്ടാണ്. സോ ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദസ വേദവിത്ത് അധശ്ച ഊർധ്വം പ്രസൃത തസ്യ ശാഖ ഗുണപ്രവൃദ്ധ വിഷയപ്രവാളാ അധശ്ച മൂലാൻ അനുസന്ധതാനി കർമാനുബന്ധീനി മനുഷ്യലോകെ. അപ്പൊ അതിന്റെ ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് ഡെപിക്ടിങ് ദ ട്രീ ഓഫ് ലൈഫ് ആൻഡ് ലിവിങ്. യു കെൻ കോൾ ഇറ്റ് എസ് ട്രീ ഓഫ് ലൈഫ് ആൻഡ് ലിവിങ്. നമ്മളുടെ മാക്രോ സ്കെയിലിലും മൈക്രോ സ്കെയിലിലും, അതായത് വെഷ്ടി പ്രപഞ്ചത്തിലും സമഷ്ടിയിലും വെഷ്ടിയിലും നമുക്ക് ഈ മരത്തിനെ കാണാൻ സാധിക്കും. അത് നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതം എടുത്തിട്ടുള്ള ഒരു
പ്രകാശനമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് മൊത്തത്തിൽ നമ്മളുടെ ഈ യൂണിവേഴ്സ് മുഴുവൻ എടുത്തിട്ടുള്ള മാക്രോ സമഷ്ടി പ്രപഞ്ചം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഈ ഒരു എവല്യൂഷന്റെ ട്രീ ആണത്, എവല്യൂഷന്റെ ട്രീ ആണ് ഇത്. എവല്യൂഷനിൽ നമ്മൾ ഈ പറയുന്ന സ്പീഷീസ് എല്ലാം ഇതെല്ലാം അവസാനം ജ്ഞാനത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ കാണാം, മനുഷ്യരാണ് ഇപ്പൊ ഏറ്റവും വലിയ സ്പീഷീസിൽ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്താശക്തി. ആ ചിന്താശക്തി ഉപയോഗിച്ച് നമുക്ക് ഈ ജ്ഞാനത്തിനെ മനസ്സിലാക്കാനായിട്ടുള്ള ശക്തിയും ആയിട്ട് ആ ഒരു ലെവലിലേക്ക് നമ്മൾ ആ സ്പീഷീസ് വളർന്ന് എത്തിയിരിക്കുന്നു. അപ്പൊ അത് അങ്ങനെ എടുക്കാം. അതല്ല നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിനെ കാണിച്ചിരിക്കുന്നതാണ് ഇവിടെ. നമ്മളെല്ലാം വി ആർ ഓൾ പവേർഡ് ബൈ നോളജ് ആൻഡ് വിസ്ഡം. അങ്ങനെയാണ് വേണ്ടത്. അതിലുള്ള ഏറ്റക്കുറച്ചിലുകളുടെ പ്രശ്നങ്ങളാണ് പലപ്പോഴും നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഈ മൈൻഡ് സെറ്റ് നമുക്ക് പറയുകയാണെങ്കിൽ ക്രിയേറ്റിവിറ്റി, പ്രൊഡക്ടിവിറ്റി, എൻറിച്ച്മെന്റ് എന്ന് പറയുന്ന മൈൻഡ് സെറ്റാണ്. അതാണ് നമ്മളുടെ ട്രങ്ക്. ആ മരത്തിന്റെ ഈ നമ്മുടെയൊക്കെ ലൈഫിന്റെ തന്നെ ട്രങ്ക് അതാണ്. അതിനെ ഇനി പരിപോഷിപ്പിക്കണമെങ്കിൽ നമുക്ക് സുപ്രീം മോട്ടിവേഷൻസ് ഉണ്ടാവണം. ആ മോട്ടിവേഷൻസ് പക്ഷെ പലപ്പോഴും എന്താ പറയുക, സെൽഫിഷ് മോട്ടിവേഷൻസ് ആൻഡ് സെൽഫ്ലെസ് മോട്ടിവേഷൻസ് രണ്ട് വിധത്തിലാവാം. സെൽഫ്ലെസ് മോട്ടിവേഷൻസ് നമ്മളെ മേപ്പോട്ട് പോകുന്നു, സെൽഫിഷ് മോട്ടിവേഷൻസ് താഴേക്ക്. അപ്പൊ ആ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് താഴേക്കും മുകളിലേക്കും ഒക്കെ പടർന്നു കിടക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ ശ്ലോകത്തില് പറഞ്ഞിരിക്കുന്നത് ഊർധ്വമൂലം അധഃ ശാഖം, റൂട്ട് ഈസ് അറ്റ് ദ ടോപ്പ് ആൻഡ് ദ ബ്രാഞ്ചസ് ഡൗൺവേർഡ്. അശ്വത്ഥം പ്രാഹുരവ്യയം. This kind of a tree has been there from time immemorial. It is considered as indestructible and it is always changing. Ashwatham. It keeps constantly changing. It is fleeting. അങ്ങനെയുള്ള ഒരു മരമാണത് ഈ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഊർധ്വമൂലം അധഃ ശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം. ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ടു ബി constantly changing as well as it is indestructible എന്ന് പറഞ്ഞാൽ eternal ആണ്. it is always there. This is how the universe evolves. ചന്ദാംസി യസ്യ പർണാനി, the leaves are its protective covering. അത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളുടെയൊക്കെ ആറ്റിറ്റ്യൂഡ്സ് ആണ് സത്യത്തിൽ പറഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ ഈ കർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഈ ജീവിതത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ജ്ഞാനം എന്ന് പറയുന്നത് നമ്മളുടെ ആറ്റിറ്റ്യൂഡ്സ് ആണ്. യജ്ഞ, ത്യാഗ, സമർപ്പണ, പ്രസാദ ഭാവങ്ങളാവുന്ന ആറ്റിറ്റ്യൂഡ്സ് ആണ് വാട്ട് പ്രൊട്ടക്ട്സ് us, ആൻഡ് ദാറ്റ് ഈസ് വാട്ട് മേക്സ് us ഇന്ററാക്ട് വിത്ത് ദി ഔട്ട്സൈഡ് വേൾഡ്. പുറമേയുള്ള ലോകവുമായിട്ട് നമുക്ക് ഇടപഴകുവാനും നമ്മളെ സഹായിക്കുന്നത് നമ്മളുടെ ആറ്റിറ്റ്യൂഡ്സ് ആണ്. അപ്പൊ അധശ്ച ഊർധ്വം പ്രസൃതാസ്തസ്യ ശാഖ. അപ്പൊ താഴേക്ക് പോകുന്ന ഈ ശാഖകള് അത് താഴേക്കും മുകളിലേക്കും ഒക്കെ പടർന്നു കിടക്കുന്നു. ഈ നമ്മളുടെ മോട്ടിവേഷൻസ് ഗുണപ്രവൃത്ത വിഷയപ്രവാള, ആൻഡ് ദെൻ ഇറ്റ് ആക്ച്വലി is sprouting the leaves based on the nature. അതായത് നമ്മളുടെ സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഗുണങ്ങളാൽ എന്താ പറയുന്നത് പുഷ്ടിപ്പെടുത്തുന്ന ഗുണപ്രവൃദ്ധാഹ വിഷയപ്രവാളാഹ. ഗുണങ്ങളും ഗുണങ്ങളാൽ അത് വളർത്തിയെടുത്തുകൊണ്ട് നമ്മളെ ഈ പറയുന്ന സെൻസസിലൊക്കെ എന്ന് പറയുന്ന സെൻസസ് ആണ് ഈ ഗുണങ്ങളെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് നമുക്ക് പ്രേരക ശക്തികളായിട്ട് നിൽക്കുന്നത്. അധശ്ച മൂലാനി അനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോക. അപ്പൊ ഈ സെൻസസ് സ്പ്രൗട്ട് ചെയ്യുന്ന നമ്മളുടെ ആറ്റിറ്റ്യൂഡ്സ്, സെൻസസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ആറ്റിറ്റ്യൂഡ്സും ആയിട്ട് നമ്മളെ കർമ്മത്തിലേക്ക് അല്ലെങ്കിൽ കർമ്മഫലത്തിലേക്ക്, കർമ്മം മാത്രമല്ല കർമ്മത്തിന്റെ റിസൾട്ടിലേക്കാണ് നമ്മളെ കെട്ടിയിടുന്നത്. കർമ്മ അനുബന്ധീനി മനുഷ്യലോക. ഈ ലോകത്തില് നമ്മളുടെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ള ആ ഒരു ആഗ്രഹത്തിലേക്ക് നമ്മളെ കെട്ടി ഇടുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ 2 ചാപ്റ്ററിൽ ഈ ട്രീ ഓഫ് ലൈഫിനെ അങ്ങോട്ട് വർദ്ധിച്ചിരിക്കുന്നത് ഈ വിധത്തിലാണ്. ഇനി അപ്പൊ ഈ ട്രീയുടെ രൂപം സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ഇത് ഇങ്ങനെയാണെന്നുള്ളത്. സാധാരണ നിലയിൽ മനസ്സിലാവില്ല. അതാണ് രൂപമസ്യേഹ തഥോപലഭ്യതേ നാന്തോന്ന ചാതിർ നച സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്ത. ഈ ട്രീയുടെ രൂപം എന്ന് പറയുന്നത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിസ്ഡം ആൻഡ് ഈഗോ അറ്റ് ദ ടോപ്പ്. അതാണ് നമ്മളെ ഡ്രൈവ് ചെയ്യേണ്ടതായിട്ടുള്ള റൂട്ട്. ആ വിസ്ഡം ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് മൈൻഡ് സെറ്റ്, ഈഗോയിസ്റ്റിക് ആണെങ്കിൽ
ലാക്ക് മൈൻഡ് സെറ്റിലേക്ക്, അതായത് നമ്മളുടെ ചെറിയ ചെറിയ ഈ ദുസ്വാർത്ഥതകളും അതിലേക്കൊക്കെ ആയിട്ട് നമ്മളെ കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. ഇത് ഇനി ഇപ്പൊ വിസ്ഡം ആണെങ്കിൽ അബണ്ടന്റ് മൈൻഡ് സെറ്റ്, പിന്നെ മോട്ടിവേഷൻസ് സുപ്രീം ആയിരിക്കും, ആറ്റിറ്റ്യൂഡ്സ് ബിക്കം സെൽഫ്ലെസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്സ് ബിക്കം ത്രൂ ക്രിയേറ്റീവ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്ന ഈ ആപ്റ്റിറ്റ്യൂഡായിട്ട് നമുക്ക് മാറ്റിത്തരും. ഈ വൃക്ഷത്തിന്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. അതല്ല സെൽഫിഷ് ഈഗോയിട്ടാണെങ്കിലോ, ലാക്ക് മൈൻഡ് സെറ്റ്, സെൽഫിഷ്നെസ്, സെൽഫിഷ് മോട്ടിവേഷൻസ് ആൻഡ് സെൽഫിഷ് ആറ്റിറ്റ്യൂഡ്സ്. അതാണ് ആ സെൽഫിഷ്നെസ്. മോട്ടിവേഷൻസും ആറ്റിറ്റ്യൂഡും ഒക്കെ താഴേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്നു. ഡിസ്ട്രക്ഷൻ, കൺസംഷൻ ആൻഡ് ഡീഗ്രേഡേഷൻ, അതാണ് സംഭവിക്കുന്നത്. നമ്മളുടെ ആപ്റ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് ഡിസ്ട്രോയ് ചെയ്യാനും കൺസ്യൂം ചെയ്യാനും ഡീഗ്രേഡ് ചെയ്യാനുമായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ്സ് ആയി മാറും. എല്ലാം, എവറിഥിങ് കൺസ്യൂമിങ്. മറ്റേത് പ്രൊഡ്യൂസിങ് ആണ്. പ്രൊഡ്യൂസിങ് മോർ ദാൻ യു കൺസ്യൂം, അതാണ് യജ്ഞഭാവം എന്ന് പറയുന്നത്. പ്രൊഡ്യൂസിങ് മോർ ദാൻ യു കൺസ്യൂം, യജ്ഞഭാവം. ദാറ്റ് ഈസ് ദ എസൻസ് ഓഫ് കർമ്മയോഗ. അപ്പൊ അത് വേണമെങ്കിൽ വിസ്ഡം ഉണ്ടാവണം, അല്ലെങ്കിൽ ജ്ഞാനത്തിൽ അധിഷ്ഠിതമായിരിക്കണം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളാണ്, ഈ സെൽഫ് എന്ന് പറയുന്ന ഇൻഫിനിറ്റ് ബ്രഹ്മം എൻ്റെ ഉള്ളിൽ തന്നെ വർത്തിക്കുന്നുവെന്നും ആ ബ്രഹ്മത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജോയ്സ് ഓഫ് ദ സെൽഫ് എന്ന് പറയുന്ന ആത്മനിർവൃതിക്ക് വേണ്ടിയിട്ട്, ജോയ്സ് ഓഫ് ദ സെൽഫിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിച്ചേരണം എന്നാണ്. അതാണ് ട്രീയുടെ സ്ട്രക്ചർ. അത് എത്തിച്ചേരണമെങ്കിൽ ദർ ഇസ് ഓൺലി വൺ വേ. അതാണ് പറയുന്നത് ഇവിടെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അശ്വത്ഥമേനം സുവിരൂഢമേന. ഈ ട്രീ ഇറ്റ് ഈസ് ഡീപ്ലി ബട്ട് അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ. ദിസ് ക്യാൻ ആക്ച്വലി ബി കട്ട്. അതായത് സെൽഫിഷ്നെസ് ക്യാൻ ബി കട്ട് ത്രൂ അസംഗശസ്ത്രേണ, വിത്തൗട്ട്, അതായത് നോൺ അസോസിയേഷൻ വിത്ത് ഡിസ്ട്രാക്ഷൻസ്. അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ. ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന മഴു ഉപയോഗിച്ച് അതിനെ നമുക്ക് കട്ട് ചെയ്ത് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ then we can actually strive to go towards the state of wisdom and knowledge and wisdom. മോളിലേക്ക് സെൽഫ്ലെസ്നെസിന്റെ സ്റ്റേറ്റിലേക്ക്. ദാറ്റ് ഈസ് ദാറ്റ് സ്റ്റേറ്റ്. തദപദം തത് പരിമാർഗിതവ്യം യസ്മിൻ ഗതാന നിവർത്തന്തി ഭൂയഃ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യതഃ പ്രവൃത്തി പ്രസൃത പുരാണി. ദിസ് ഈസ് ബേസിക്കലി we actually cut this through selfishness, and then we can strive to reach that state of wisdom from which we will never digress into the state of selfishness. അതായത് താഴേക്ക് ഉള്ള ചീത്തയായിട്ടുള്ള കർമ്മങ്ങളിലേക്ക് ഏർപ്പെടാണ്ട് നമുക്ക് പോവാനായിട്ട് നമ്മളെ അവിടെ എത്തിച്ചേർക്കുന്നു. സോ ഇൻ സമറി, that condition can only be achieved through a mental polishing. മെന്റൽ പോളിഷിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? നിർമാനമോഹ ജിതസംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്തകാമാഹ ദ്വന്ദ്വൈർവിമുക്ത സുഖദുഃഖ സജ്ഞൈ ഗച്ഛന്ത്യമൂദാഹ പദമവ്യയം തത്ത. അതാണ്, ദാറ്റ് ഈസ് ദാറ്റ് സ്റ്റേറ്റ് വേർ we can reach this state. നിർമാനമോഹ, അതായത് ഈ സെൽഫിഷ്നെസ്, ഐ, മൈൻ എന്നൊക്കെ പറയുന്ന ഫീലിങ്സ് ഒക്കെ കുറച്ചുകൊണ്ട് ജിതസംഗദോഷ, അതായത് ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് മാറ്റി നമ്മളെ നിർത്തി അധ്യാത്മനിത്ത, ഓൾവേസ് നമ്മൾ എപ്പോഴും ആത്മതത്വമാണ് ഞാൻ എന്നുള്ള ആ ഒരു ദൃഢമായിട്ടുള്ള വിശ്വാസത്തില് അടിയുറച്ച് നിൽക്കുന്ന വിനിവൃത്ത കാമാഹ, സെൽഫിഷ്നെസ് കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് നമ്മൾ ദ്വന്ദ്വൈർവിമുക്ത, എന്നിട്ട് സുഖദുഃഖങ്ങളിലും എല്ലാം സന്തുലിതാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന മാനസികമായിട്ടുള്ള ഒരു എക്സ്പാൻഷൻ, അതിലേക്ക് എത്തിച്ചേർന്ന് സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഒരേ മാതിരി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലെത്തി ഗച്ഛന്ത്യ മൂഢാഹ പദമവ്യയന്തത. അങ്ങനെ ആണ് വിസ്ഡം, വൈസ് ആയിട്ടുള്ള ആൾക്കാര് റീച്ച് ദാറ്റ് സ്റ്റേറ്റ്. അപ്പൊ ഇത് the acts of detachment is actually nothing but നിർമാനമോഹ ജിതസംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്തകാമ ദ്വന്ദ്വൈർവിമുക്ത. അത് ആ ഒരു മാനസിക സന്തുലിതാവസ്ഥ, equanimity of the mind and equipoise of the intellect, that is the state reaching upon which you will never digress into the state of selfishness and therefore the state of destruction, consumption and degradation എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിച്ചേരാണ്ട് we will actually slowly evolve into a state of creativity, productivity and enrichment. It is that state of perfection എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്കുള്ള പ്രയാണമാണത്. That is, we are basically striving towards that state of perfection. That is basically excellence. അതാണ് എക്സലൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭഗവത്ഗീത പഠിപ്പിച്ചു തരുന്നത്. അതാണ് 15-ാം അധ്യായത്തിൽ ആദ്യം തന്നെ പറഞ്ഞു വെക്കുന്നത്. That is striving towards that perfection, the perfect state of excellence of the self, the infinite, is basically the path to excellence. അതാണ് പഠിപ്പിക്കുന്നത്.
ആ പുരുഷോത്തമൻ ആരാണെന്നും അങ്ങനെയുള്ള ആൾക്കാരാണ് പുരുഷോത്തമന്മാര്. ആ പുരുഷോത്തമന്റെ പുരുഷോത്തമത്വത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തിച്ചേരും എന്നുള്ളതാണ് ഈ പുരുഷോത്തമ യോഗം സമറൈസ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ പിന്നെ വർണ്ണിക്കുന്നത് ഈ നമ്മളുടെ ഉള്ളില് ഈ ഈശ്വരതത്വം അല്ലെങ്കിൽ ആത്മതത്വം, ഇൻഫിനിറ്റ് ബ്രഹ്മം നമ്മളുടെ ഉള്ളിൽ പ്രകാശിക്കുന്നത് ആദ്യം തന്നെ സെൽഫ് എന്ന് പറയുന്ന ആ ശക്തി നമ്മളുടെ ഉള്ളിൽ പ്രകാശിക്കാൻ തുടങ്ങുമ്പോൾ ഇറ്റ് ബിക്കംസ് വാട്ട് ഈസ് കോൾഡ് എസ് എന്താ പറയുക കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ശക്തിയായി മാറുകയാണ്. കോൺഷ്യസ്നെസ് ആൻഡ് ദ കോൺഷ്യസ്നെസ് ഓഫ് യുവർ അവയർനെസ് ആസ് വെൽ ആസ് ഓഫ് യുവർ എന്താ പറയുക ഹയർ എക്സിസ്റ്റൻസ്. അതൊരു വിസ്ഡത്തിന്റെ ലൈറ്റ് ആണ്. അത് നമ്മളുടെ ഉള്ളിൽ പ്രജ്ഞ ആയിട്ട് ആദ്യം പ്രകാശിക്കുന്നത്. അത് പിന്നീട് മനസ്സിനെയും ബുദ്ധിയെയും, മൈൻഡ് ആൻഡ് ഇന്റലക്ട്, അതിനെ പ്രകാശിപ്പിക്കുന്നു. മനസ്സ്, ബുദ്ധി. അപ്പൊ അത് ആ സൂര്യ തേജസ് മനസ്സിനെയും ബുദ്ധിയെയും പ്രകാശിപ്പിക്കുന്നു. അപ്പൊ മനസ്സും ബുദ്ധിയും ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ് എന്ന് പറയുന്നത് ചന്ദ്രന്റെ വെളിച്ചമായിട്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സൂര്യൻ ചന്ദ്രന് വെളിച്ചം നൽകും നമ്മളുടെ മനസ്സ് ബുദ്ധി. ഈ ചന്ദ്രനും വെളിച്ചം നൽകി കഴിഞ്ഞു കഴിയുമ്പോൾ അത് പിന്നീട് പ്രവർത്തനങ്ങളായിട്ടാണ്, കർമ്മങ്ങളായിട്ടാണ് പുറത്തേക്ക് വരാൻ പോകുന്നത്. അതാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിന്റെ ഈ ചിന്തകളെ ജ്വലിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഫയർ ഓഫ് യുവർ എനർജീസ് ദാറ്റ് ആർ എക്സിബിറ്റഡ് ആസ് യുവർ പവേഴ്സ് ഓഫ് ആക്ഷൻ ത്രൂ ദ കർമ്മേന്ദ്രിയാസ്. ദാറ്റ് ഈസ് ദി ബോഡി ആൻഡ് ദ സെൻസസ്. ദ ബോഡി ആൻഡ് ദ സെൻസസ് ഇതിന്റെ ശക്തി എന്ന് പറയുന്നത് തീയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സൂര്യ തേജസ് കോൺഷ്യസ്നസ്, ബുദ്ധിയുടെയും മനസ്സിന്റെയും തേജസ് അതാണ് ചന്ദ്ര തേജസ്, റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റ്. അത് പിന്നീട് നമ്മളുടെ ചിന്തകളായിട്ട് തീയാവുന്ന ചിന്തകൾ ആയി മാറി പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ സെൽഫ് എങ്ങനെയാണ് നമ്മളുടെ ഉള്ളിൽ പ്രകാശിക്കുന്നത്? ദാറ്റ് ഈസ് ദിസ് ഈസ് ദാറ്റ് പ്രോസസ്. സെൽഫ് ഷൈൻസ് ത്രൂ വിതിൻ us ആസ് ദി കോൺഷ്യസ്നസ്. And the self then reflects that into the intellect and the mind. And the mind and intellect starts thinking, and then it produces the fire light of actions. ആയിട്ട് വരുന്നു. അത് കത്തിജ്വലിച്ച് ചാമ്പലായി പോവുകയും ചെയ്യും. അങ്ങനത്തെ കർമ്മങ്ങൾ ആയിട്ട് മാറും. ഇതാണ് ദിസ് ഈസ് ഹൗ ഈ ചിത്രത്തിനെ വർണ്ണിച്ചിരിക്കുന്നത്. നതത് ഭാസയതേ സൂര്യോ ന ശശാങ്കഃ ന പാവകഃ യത്കത്വാന നിവർത്തന്തേ തദ്വാ തദ്ധാമ പരമം മമ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന കർമ്മത്തിന്റെ ശക്തി എന്ന് പറയുന്നത് when it is compared to the powers of thinking, ചിന്തയുടെ ശക്തി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മനസ്സിന്റെ ഇമോഷണൽ ഫീലിങ്സ് എന്ന് പറയുന്ന ശക്തിയെക്കാട്ടിലും വളരെ ചെറുതാണ്. ഈ പുറമെ കർമ്മശക്തി ഡെഫിനറ്റ്ലി ഈസ് ഇൻഫീരിയർ ടു ഓർ ഇറ്റ് ഈസ് ലോവർ ദാൻ the state of the mind and intellect. And the state of the mind and intellect is much more higher than, or the light is much more higher than that of the consciousness and awareness. The light of consciousness and awareness is superior. അതിനെക്കാട്ടിലൊക്കെ എത്രയോ സുപ്പീരിയർ ആയിട്ടുള്ളതാണ് ആത്മാവ് എന്ന് പറയുന്നത്, ദി ആത്മതത്വം. The self is much superior than this. So if we can actually translate your motivations, നമ്മളുടെ മോട്ടിവേഷൻസ്, ഈ ശരീരത്തിന്റെ സുഖങ്ങള്, അതിനു പകരം അതിനെക്കാട്ടിലും മുകളിലേക്ക് ബുദ്ധിയുടെയും മനസ്സിന്റെയും സുഖങ്ങള് ബുദ്ധിക്കും മനസ്സിനും സുഖം നൽകുന്നതാക്കി മാറ്റുകയും ആ ബുദ്ധിക്കും മനസ്സിനും ഉള്ള സുഖത്തിനെക്കാട്ടിലും ഉപരിയായിട്ട് നമ്മളുടെ ഇന്റലക്ട്, ഈ സട്ടിൽ ഇന്റലക്ട് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിന്റെ ശക്തി, അതിനു വേണ്ടിയിട്ടുള്ള എപ്പോഴും ബീയിങ് അവെയർ ഓഫ് ദാറ്റ് സുപ്രീം സെൽഫ്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ദ ഹയസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ദ ജോയ്സ് ഓഫ് ദ സെൽഫ് എന്ന് പറയുന്ന വെളിച്ചത്തിലേക്ക് കിടക്കാൻ സാധിക്കും. ആ വെളിച്ചത്തിന് ഈ സൂര്യന്റെ വെളിച്ചം പോലും നിഷ്പ്രഭമായി പോകും എന്നാണ് പറയുന്നത്. അതായത് ബുദ്ധിയുടെയും ശക്തിയുടെയൊക്കെ വെളിച്ചം പോലും നിഷ്പ്രഭമായി പോവും ഈ പറയുന്ന ആത്മ തത്വത്തിന്റെ സന്തോഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വെളിച്ചം. അതാണ് നതത് ഭാസയതേ. അവിടെ ആ ഒരു പ്രകാശത്തില്, ആത്മതത്വത്തിന്റെ പ്രകാശത്തില് നതത് ഭാസയതേ സൂര്യ, അവിടെ ഈ സൂര്യന്റെ വെളിച്ചം പോലും ഒന്നുമല്ല ഉണ്ടാവും. അപ്പൊ പിന്നെ ചന്ദ്രന്റെയും തീന്റെയൊക്കെ വെളിച്ചത്തെ പറ്റി വേറെന്താ പറയേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ എന്നിട്ട് ഇനി വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന മന ഷഷ്ടാനീന്ദ്രിയാണി പ്രകൃതി സ്ഥാനി കർഷതി. അപ്പൊ ഈ പറയുന്ന ആത്മതത്വം
ആ നമ്മളുടെ ഉള്ളിലെ കോൺഷ്യസ്നെസ് ആയി വന്ന് മനസ്സ്, ബുദ്ധി, ശരീരം ഒക്കെ ആയി ജീവനില് നമ്മുടെ ജീവന്മാരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് what is happening is that power of the self therefore is actually energizing the body mind and intellect. Mind, energy of the mind, ഇമോഷൻസും ഫീലിങ്സും ഒക്കെ ആക്കി മാറ്റുന്നു. ആൻഡ് ദെൻ ആ ഇമോഷൻസ് ഫീലിങ്സ് ഒക്കെ എടുത്തുകൊണ്ടാണ് ഈ ശക്തി പവർ ഓഫ് ദ സെൽഫ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ പവർ ഓഫ് ദ സെൽഫ് എന്ന് പറയുന്നത് ആണ് ഈ ഇമോഷൻസിനെയും മൈൻഡിനെയൊക്കെ ഉത്തേജിപ്പിക്കുന്നതെങ്കിലും പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് പവേഴ്സ് ഓഫ് ദ മൈൻഡ് ആണ്. ഇന്റലിജന്റ് മറ്റേ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ഒക്കെ ആയിട്ടുള്ള ആക്ട്സ് ഓഫ് ഇമോഷൻ ആണ് പുറത്തേക്ക് കാണുന്നത്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ ദേഷ്യമാണുള്ളതെങ്കിൽ ഈ ആത്മശക്തി പുറത്തേക്ക് വരുമ്പോൾ ആത്മ തത്വമായിട്ടല്ല കാണുന്നത്, ദേഷ്യമായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ആങ്കർ, ജലസി, ഗ്രീഡ്, സെൽഫിഷ്നെസ് ഒക്കെ എന്ന് പറയുന്ന മനസ്സിന്റെ വികാരങ്ങളെ എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ അതിന്റെ ഒരു കവറിങ്ങിലാണ് ഈ സെൽഫിന്റെ ശക്തി പുറത്തേക്ക് വരുന്നത്. ദ പവർ ഓഫ് ദ സെൽഫ് ഇസ് നൗ എക്സിബിറ്റഡ് ആസ് ദി ആക്ട്സ് ഓഫ് ഇമോഷൻ. മനസ്സിന്റെ ഉള്ളിൽ കൂടെ കിടക്കും. അത് അപ്പോ നമ്മുടെ മനസ്സ് ക്ലീൻ ആണെങ്കിൽ എനർജി ഓഫ് ദ ഇമോഷൻസ് ആൻഡ് മൈൻഡ്, അത് ഫീലിങ്സ്, അതിനെ നമ്മളെ പോളിഷ് ചെയ്ത് സാത്വിക് ആയിട്ടുള്ള സാത്വിക് ആൻഡ് സാത്വിക് രജസ് ഒക്കെ ആയിട്ട് പുറത്തേക്ക് വരികയാണെങ്കിൽ, അപ്പൊ അത് സെൽഫ്ലെസ് ആയിട്ടുള്ള ചിന്തകളോടുകൂടി ജോയ്സ് ഓഫ് ദ സെൽഫ്, ആത്മനിർവൃതി അനുഭവിക്കുന്ന മനസ്സിന്റെ ഒരു സ്ഥിതിയായിട്ട് പുറത്തേക്ക് വരികയാണെങ്കിൽ ഈ പവർ ഓഫ് ദ സെൽഫ് വിൽ ബി നൗ കമ്മിങ് ഔട്ട് ആസ് ദ ജോയ്സ് ഓഫ് ദ സെൽഫ്. അപ്പൊ പവർ ഓഫ് ദ സെൽഫ് ഈ മനസ്സിന്റെ കണ്ടീഷനെയാണ് പുറത്തേക്ക് എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദി ആക്ട് ഓഫ് ഇമോഷൻ ഓർ ഇമോഷണൽ ഫീലിങ്സ്. അതല്ലെങ്കിൽ ജോയ്സ് ഓഫ് ദ സെൽഫ് ഫീൽഡ്, ആത്മനിർവൃതി നിറഞ്ഞു നിൽക്കുന്ന മനസ്സാണെങ്കിൽ പുറത്തേക്ക് വരുന്നത് ജോയ്സ് ഓഫ് ദ സെൽഫ് ആയിട്ടും പുറത്തേക്ക് വരുന്നു. ഇങ്ങനെ ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ്. ഹൗ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ശരീരം യഥവാപ്നോതി യച്ഛാപ്യുത് ക്രാമതീശ്വര ഗൃഹീതൈത്വാനി സംയാതി വായുർഗന്ധാനി വാശയാത് എന്നാണ് പറയുന്നത്. അതായത് വായു ഏത് പ്രകാരമാണോ ഒരു പുഷ്പത്തിന്റെ ഉള്ളിൽ കൂടെ കടന്നു വരുമ്പോൾ ആ പുഷ്പത്തിന്റെ ഗന്ധങ്ങളെയും എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുന്നത്, അതുമാതിരി നമ്മളുടെ ആത്മതത്വം, ആത്മശക്തി, ആത്മീയ ശക്തി, ബ്രഹ്മം നമ്മളുടെ ഉള്ളിൽ നിന്ന് ഈശ്വരശക്തിയായി വർത്തിച്ചുകൊണ്ട് അത് നമ്മളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ എൻ്റെ ചിന്തകളുടെ മണം, എൻ്റെ ചിന്തകളുടെ ഗന്ധത്തിനെയും എടുത്തുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത്. അത് ആ ഒരു വർണ്ണനയാണ് ഇവിടെ ഈ ഇതിന്റെ പ്രോസസ്സിനെ പറ്റിയിട്ട് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് ദ എയർ ടേക്സ് ഔട്ട് ദ ഫ്രാഗ്രൻസ് ഓഫ് ദ ഫ്ലവർ ആൻഡ് കംസ് ഔട്ട് ആസ് ദ സെന്റഡ് എയർ in the outside world, just like that the self carries the vasanas within us and brings out the result of those vasanas. ആ വാസനകളെയും കൊണ്ട് പുറത്തേക്ക് വരുന്നു. അപ്പോ സത്യത്തില് ഈ പറയുന്ന ആത്മശക്തി എന്ന് പറയുന്നത് ശ്രോത്രം, ചക്ഷു, സ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. ചെവി, മറ്റേ ശബ്ദം, ശ്രോത്രം, ചക്ഷുസ് കണ്ണ്, സ്പർശനം ടച്ച്, രസനം ടേസ്റ്റിംഗ്, ഘ്രാണം മണക്ക, ഇതെല്ലാത്തിന്റെ സെൻസസിനെയും ഉത്തേജിപ്പിച്ചുകൊണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് സെൽഫ് വന്ന് ഇവരുടെ ശക്തികളായി മാറുകയാണ് ചെയ്യുന്നത്. അതായത് ദ പവർ ഓഫ് സീയിങ്, the power of the sense of touch, the power of taste, the power of smell and the power of sound, hearing. അങ്ങനെ ഈ പവേഴ്സ് ആയി മാറുന്നു എൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട്. ആത്മതത്വം, സെൽഫ്, ഇൻഫിനിറ്റ്, എൻ്റെ ഉള്ളിൽ ഈശ്വര ശക്തികളായിട്ട് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന യൂണിവേഴ്സൽ ആയിട്ടുള്ള എനർജി, ബയോളജിക്കൽ, കെമിക്കൽ, ഫിസിക്കൽ ഒക്കെ ആയി കൺവേർട്ട് ചെയ്ത് ഇത് ഈശ്വര ശക്തി എന്ന് പറയുന്നത് ഇതൊക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മളുടെ ഉള്ളിൽ വന്നിട്ട് എന്നിട്ട് അത് പുറത്തേക്ക് മറ്റേ ചെവിയുടെ ശക്തി, കണ്ണിന്റെ ശക്തി, ത്വക്കിന്റെ ശക്തി, രസനത്തിന്റെ ശക്തി, ഘ്രാണത്തിന്റെ ശക്തി എന്നൊക്കെയായി മാറി പുറത്തേക്ക് അധിഷ്ഠായം, ഇതിന്റെ എല്ലാം ബേസിസ് ആയിട്ട് ആ ശക്തികളായി മാറി മനസ്സ്, ബുദ്ധി, ഈഗോ, അഹങ്കാരം ഇതൊക്കെയായിട്ട് ചേർന്നുകൊണ്ട് മനസ്സെന്ന് മാത്രമേ ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളൂ. കാരണം മറ്റേത് നേരത്തെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതാണ്. അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. ഇത് മനസ്സിനെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടിരുന്നു കൊണ്ട് എന്നെ കൊണ്ട് ഈ പറയുന്ന വിഷയങ്ങളെ അനുഭവിപ്പിക്കുന്നു. പുറമേയുള്ള എല്ലാ എക്സ്പീരിയൻസസും എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു.
ഉത്ക്രാമന്തം സ്ഥിതം വാവി ഭുഞ്ചാനം വാ ഗുണാന്യുത വിമൂഢാനാനുപശ്യന്തി ജ്ഞാന ചക്ഷുഷ. അതായത് ഇത് എങ്ങനെയാണ് ഇതിന്റെ നമ്മുടെ ഉള്ളിലേക്ക് ഈശ്വര ശക്തി വന്ന് കയറിയിട്ട് ഈ പറയുന്ന സെൻസറി ഓർഗൻസിനെയൊക്കെ ഉത്തേജിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് അതിന്റെ ഗുണങ്ങളായിട്ട് അതിന്റെ വാസനകളായിട്ട് പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് നമ്മളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് വരുമ്പോഴും നമ്മളുടെ ഉള്ളില് മനസ്സിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് മനസ്സിന്റെ ചിന്തകളായിട്ടിരിക്കുമ്പോഴും ആ ചിന്തകള് പിന്നീട് കർമ്മേന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് വന്ന് എൻ്റെ ഈ വിഷയങ്ങളെ അനുഭവിക്കുന്ന ശക്തിയായി മാറുമ്പോഴും എന്നിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴും എൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോഴും എൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഈ വരുന്ന ശക്തികളായി പറയുന്ന ശക്തികളായിട്ട് പുറത്തേക്ക് പോകുമ്പോഴും അങ്ങനെ 3 വിധത്തിൽ 2 സ്റ്റേജ് കമ്മിങ് ഇൻ ഫ്രം ഔട്ട്സൈഡ്, റിസൈഡിങ് ഇൻ വിത്തിൻ മീ ആൻഡ് ദെൻ ഗെറ്റിംഗ് ഔട്ട് ഓഫ് മീ. ഉത്ക്രാമന്തം സ്ഥിതം വാവി ഭുഞ്ചാനം വാ ഗുണാന്യുത വിമൂതാൻ അനുപശ്യന്തി. ജ്ഞാനചക്ഷുഷുള്ളവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അത് മൂഢന്മാരായിട്ടുള്ള ആളുകൾക്ക്, ഡെല്യൂഡഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാവില്ല. കാരണം നമ്മൾ അപ്പൊ വിചാരിക്കുന്നത് ഞാൻ അനുഭവിക്കുന്നു, ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ചിന്തയിലിരിക്കുകയാണ്. അതല്ല, ഈ ആത്മീയ ശക്തി, ഞാനാകുന്ന ആത്മീയ ശക്തി, ദ സെൽഫ്, ആ സെൽഫാണ് എന്നെ കൊണ്ട് എൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള ബോധം എനിക്ക് പെട്ടെന്ന് ഉണ്ടാവുന്നില്ല. ഡെല്യൂഡഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ അത് എങ്ങനെയാണെന്ന് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കാണുകയാണെങ്കിൽ ദ സെൽഫ്, ഈ സെൽഫ് ആക്ച്വലി എൻലിവൻസ് ദ ഇന്റലക്ട് ആൻഡ് മൈൻഡ്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? അതായത് യൂണിവേഴ്സൽ ആയിട്ടുള്ള എനർജി, ആ എനർജിയാണ് നമ്മളുടെ ഉള്ളില് സെൽഫായിട്ട്, ആത്മാവായിട്ട് പ്രകാശിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് എൻലിവനിങ് ദ ഇന്റലക്ട് ആൻഡ് മൈൻഡ്. അപ്പൊ ദാറ്റ് എനർജി, ദി എനർജി, നമ്മൾ ആ വെറുതെ എനർജി ലെവൽ, നമ്മുടെ ആ ശക്തിയുടെ ലെവൽ മാത്രം കാണുകയാണെങ്കിൽ അതൊരു എനർജിയാണ്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മതത്വം. അത് എൻലിവൻ ചെയ്ത് ഇന്റലക്ട് മൈൻഡിലേക്ക് കയറി കഴിയുമ്പോഴോ ആ എനർജി ട്രാൻസ്ഫോംഡ് ആയിട്ട് ഒരു പവറാവും. അതായത് ദ മൈൻഡ്സ് പവേഴ്സ്, മനസ്സിന്റെ പവറുകളായി മാറുകയാണ്. അതായത് ഐഡിയാസ് ആൻഡ് ഇമോഷൻസ്, ഐഡിയേഷൻ ആൻഡ് ഇമോഷൻസ് എന്നൊക്കെ പറയുന്ന ഇന്റലക്റ്റിന്റെയും മനസ്സിന്റെയും ഒക്കെ ശക്തികളായി മാറും ദ പവേഴ്സ്. അത് എനർജി, ദ യൂണിവേഴ്സൽ എനർജി becomes the powers of ideas and emotion, which then becomes the strengths of the karmendriyas. നമ്മളുടെ കർമ്മേന്ദ്രിയങ്ങളുടെ ശക്തിയായി മാറുന്നു. ലോക്കോമോഷൻ ആൻഡ് ഗ്രിപ്പിംഗ് ആൻഡ് ഓൾ ദോസ് തിങ്സ്, അതൊക്കെ മോഷൻ, മൂവ്മെന്റ്, അങ്ങനത്തെ സംഗതികളൊക്കെ ആയി മാറും, സ്ട്രെങ്ത് ആയി മാറും. അപ്പോൾ എനർജി ട്രാൻസ്ഫോംസ് ഇൻ ടു പവർ, ദാറ്റ് പവർ ദെൻ ട്രാൻസ്ലേറ്റ്സ് ഇൻ ടു സം സ്പെസിഫിക് സ്ട്രെങ്ത്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദ സെൽഫ് ട്രാൻസ്ഫോംസ് ഇൻ ടു ഇന്റലക്ട് ആൻഡ് മൈൻഡ്സ് പവേഴ്സ്, ആൻഡ് ദ പവേഴ്സ് ഓഫ് ദ ഇന്റലക്ട് ആൻഡ് മൈൻഡ് ദെൻ ബിക്കംസ് ദി ഫിസിക്കൽ സ്ട്രെങ്ത്സ് ഓഫ് ദ ബോഡി ആൻഡ് ദ സെൻസസ് ഇൻ ദ ബോഡി, ബോഡി ആസ് എ ഹോൾ. ആൻഡ് അതായത് അത് ബോഡിയുടെ ആക്ഷൻസ് ആയിട്ട് പുറത്തേക്ക് വരുന്നു എന്നർത്ഥം. അപ്പൊ സെൽഫ് ബിക്കംസ് ദി ആക്ഷൻസ് ഇൻ വിതിൻ യുവർ ബോഡി. ഇറ്റ് എൻഡേഴ്സ്, stays within, gets converted, translated into then finally actions and goes out. ഇത് നമുക്ക് 5ാം അധ്യായത്തിൽ പറയണമെന്ന് വെച്ചാൽ ഇത് only the people with the vision will be able to see this. മറ്റവരൊക്കെ ഡെല്യൂഡഡ് ആയിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് ഞാൻ, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി, ഞാൻ എൻ്റെ ശക്തി കൊണ്ട്, മനസ്സിന്റെ ബുദ്ധിയുടെ ശക്തി കൊണ്ട് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല, സെൽഫിന്റെ ശക്തി കൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. It is not because of the powers of intellect and mind and the body. It is only because of the energy of the self that we are able to convert it into power and into the various strengths. അപ്പോൾ ഇനി ഇതിന്റെ ട്രാൻസ്ലേഷൻ എങ്ങനെ നടക്കുന്നതെന്ന് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എന്താ നട്ട്സ് ആൻഡ് ബോൾസ് ലെവലിലേക്ക് കാണുകയാണെങ്കിൽ we can see that the power of the self, ഫസ്റ്റ് ഇന്റലക്റ്റിന്റെ ഡിസിപ്ലിൻ, ഡിവോഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആക്കി നമുക്ക് മാറ്റാൻ പറ്റണം. അതായത് the powers of discipline, the powers of devotion and the powers of discrimination. Discipline, devotion and discrimination, 3 Ds എന്നൊക്കെ നമുക്ക് പറയും. അതാക്കി മാറുമ്പോൾ disciplines of the physical body, devotion of the mind and discriminatory capabilities of the intellect. അതാണ് അവിടെ 3 ഇന്റലക്ട്, മൈൻഡ് ആൻഡ് ബോഡിയാണ്. ഡിസ്ക്രിമിനേഷൻ, ഡിവോഷൻ, ഡിസിപ്ലിൻ, ഫിസിക്കൽ ഡിവോഷൻ, ഡിസിപ്ലിൻസ്. ഇതാണ് ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്റ്റിന്റെ ഒരു ശക്തികളായി മാറുകയാണ് ചെയ്യുന്നത്. അതായത് അത് ഇന്റലക്റ്റിൽ ഫസ്റ്റ് ഇതിന്റെ റൂട്ടാണത്. ഇന്റലക്റ്റില് ഈ ശക്തികളായി ആദ്യം മാറും.
പിന്നെ ഈ ശക്തികള് then it becomes within the mind എന്താണ് ഫെയ്ത്ത്, ഡെഡിക്കേഷൻ ആൻഡ് ഫോക്കസ് ആയിട്ട് നമ്മളുടെ ആക്ഷനിൽ വരുന്നു. മൈൻഡില് സെൻസ് കൺട്രോൾ ആൻഡ് ഇക്വാനിമിറ്റി, ആൻഡ് ഇന്റലക്റ്റില് സെൽഫ്ലെസ്നെസ് എന്ന് പറയുന്ന ക്വാളിറ്റി ആയിട്ട് മാറണം. അതാണ് സത്യത്തിൽ പറഞ്ഞ ഇന്റലക്ട് ആൻഡ് മൈൻഡില് പിന്നീട് ഈ വരുന്ന ട്രാൻസ്ഫോർമേഷൻ. ഈ എനർജി ഒരു ആക്ച്വൽ ആയിട്ടുള്ള പവർ ആയിട്ട് മാറുകയാണ്. ഓഫ് ഫെയ്ത്ത്, ഡെഡിക്കേഷൻ, ഫോക്കസ്, സെൻസ് കൺട്രോൾ, ഇക്വാനിമിറ്റി ആൻഡ് സെൽഫ്ലെസ്നെസ്. ഇത് സത്യത്തില് കർമ്മയോഗത്തില് ഈ സെൽഫ്ലെസ്നെസിന്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ ഭക്തിയോഗത്തിൽ പറയുന്നുണ്ട് സെൻസ് കൺട്രോൾ ആൻഡ് ഇക്വാനിമിറ്റി ആർ റിക്വയർഡ് സോ ദാറ്റ് യു ക്യാൻ ഡെവലപ്പ് ഫെയ്ത്ത്, ഡെഡിക്കേഷൻ ആൻഡ് ഫോക്കസ്. അപ്പൊ നമ്മളെ പവർ ഓഫ് ദ സെൽഫ് ഈസ് നൗ ഇൻ ടു ദിസ് സ്റ്റേറ്റ്. ഫെയ്ത്ത്, ഡെഡിക്കേഷൻ, ഫോക്കസ്, സെൻസ് കൺട്രോൾ, ഇക്വാനിമിറ്റി ആൻഡ് സെൽഫ്ലെസ്നെസ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ മാറുകയാണെങ്കിൽ അപ്പോ ദാറ്റ് വിൽ ഗിവ് റൈസ് ടു സം ഫിസിക്കൽ പ്രോസസ്സസ്, പ്രാക്ടീസ്, നോളജ്, റിഫ്ലക്റ്റീവ് കേപ്പബിലിറ്റീസ് ആൻഡ് ദ പവർ ടു അപ്ലൈ ദീസ് തിങ്സ് ഇൻ ലൈഫ് എന്ന് പറയുന്നതായിട്ട് മാറും. അൾട്ടിമേറ്റ്ലി ഐഡിയാസ് ആൻഡ് ഇമോഷൻസ് എന്നുള്ള നിലയിൽ ഈ പവർ ഓഫ് ദ സെൽഫ് ഹാസ് നൗ ബിക്കം ദ പവർ ടു പ്രാക്ടീസ്. നമ്മുടെ മനസ്സിന്റെ മൈൻഡ് സെറ്റ് ടു കീപ് പ്രാക്ടീസിങ് വാട്ട് ഈസ് റിക്വയർഡ്. അഭ്യാസ യോഗേന നോളജ്, ജ്ഞാനം, റിഫ്ലക്ഷൻ, meditative thinking and applications, and finally applying that in actions. Thoughts ആയിട്ട് actions. അപ്പൊ അങ്ങനെ actions ആയിട്ട് മാറുമ്പോൾ അത് if we keep on doing this, what is happening is we will develop dexterity of skills, physical skills, ബോഡിയില് dexterity of skills ആയിട്ട് മാറണം. അങ്ങനെ വരുമ്പോൾ അപ്പൊ power of the self is now becoming your dexterity of skills ultimately of doing this thing, doing anything, thinking and acting in this particular manner. അപ്പൊ എന്താ പറ്റുക? പുറമേ ലോകത്തില് വി വിൽ ബി ക്രിയേറ്റീവ്, പ്രൊഡക്റ്റീവ് ആൻഡ് എൻറിച്ചിങ്. ക്രിയേറ്റീവ്, പ്രൊഡക്റ്റീവ് ആൻഡ് എൻറിച്ചിങ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സോ അവർ ക്രിയേറ്റിവിറ്റി, പ്രൊഡക്ടിവിറ്റി ആൻഡ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്ന ഫിസിക്കൽ ആയിട്ടുള്ള പുറമേ നടക്കുന്ന ആക്ഷൻസ്, ദ പവേഴ്സ് ഓഫ് അവർ ആക്ഷൻസ് ആർ നത്തിങ് ബട്ട് ദ പവർ ഓഫ് ദ സെൽഫ്. പവർ ഓഫ് ദ സെൽഫ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു വേരിയസ് സ്റ്റേജസ് ഇൻ ദ ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ട്. അപ്പൊ ഇനീഷ്യലി റിവേഴ്സിൽ പറയണം, ഇന്റലക്ട്, മൈൻഡ് ആൻഡ് ദ ബോഡി. എങ്ങനെയാണ് നമ്മൾ അത് ഇങ്ങനെ ഒരു ഫ്ലോ ആണ്, ഫ്ലോ ആയിട്ട് എടുക്കുക നമ്മൾ. ജസ്റ്റ് ലൈക്ക് ഒരു ഇലക്ട്രിക് കറണ്ട് ഒരു സ്ഥലത്ത് കൂടെ കടന്നു പോയി അതിങ്ങനെ പുറത്തേക്ക് വരുന്നത് മാതിരി, ഒരു പ്രോസസ്സിൽ കൂടെ വരുന്നത് മാതിരി ആത്മതത്വം, സെൽഫിന്റെ എനർജി നമ്മളുടെ ഉള്ളിൽ ഇന്റലക്റ്റിന്റെ പവേഴ്സ് ഓഫ് ഡിസിപ്ലിൻ, ഡിവോഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ which makes us faithful, dedicated, focused, with sense control, equanimity and selflessness, and then comes out as our disciplines of practice, disciplines of knowledge, disciplines of reflective thinking, and disciplines of translating the thinking into action. And repeatedly doing that creates dexterity of action, and that way we create a world of productivity, creativity and enrichment. This is what Gita is prescribing. The whole of Bhagavad Gita from chapter 1 to chapter 14 was doing nothing but this process of describing this process of translation. ഈ ആത്മതത്വം എങ്ങനെയാണ് ഈ പൈപ്പ് ലൈനിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഒന്ന്. ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ രണ്ടാമത്തെ അധ്യായം നമ്മൾ പറഞ്ഞു, ഒരു സമ്മറി ആയിരുന്നു. 3 സെൽഫ്ലെസ്നെസിന്റെ കാര്യങ്ങൾ കർമ്മയോഗത്തില്, അത് ജ്ഞാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സെൽഫ്ലെസ്നെസ് ആക്കുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിന്റെ ഫോർട്ടിറ്റ്യൂഡിന്റെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഒക്കെ മാറ്റി നിർത്തി ഡ്യൂട്ടി ബേസ്ഡ് ആയിട്ട് റൈറ്റിയസ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ശക്തിയായിട്ടുള്ള കർമ്മസന്യാസികളാക്കി മാറ്റി. അപ്പോൾ മനസ്സിന് ഫോക്കസ് ചെയ്യാനും ആ മനസ്സിന്റെ മൈൻഡ്ഫുൾനെസ്സിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തിച്ചേരുന്ന കർമ്മത്തിന്റെ വഴികൾ ആദ്യം നമുക്ക് പറഞ്ഞു തന്നു. അപ്പൊ ദാറ്റ് ഈസ് ബേസിക്കലി പ്രാക്ടീസ്, നോളജ്, റിഫ്ലക്ഷൻ ആൻഡ് അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആ കർമ്മത്തിന്റെ റൈറ്റ് സൈഡിലത്തെ ശരീരത്തിന് ഉണ്ടാവേണ്ട, അല്ലെങ്കിൽ നമ്മളുടെ പുറമേയുള്ള ബാഹ്യമായിട്ടുള്ള മനസ്സ്, ബുദ്ധി, ശരീരം, അതിനുണ്ടാവേണ്ട കർമ്മങ്ങളുടെ ആക്ഷൻസിന്റെ ഗുണങ്ങളാണ് ആദ്യം കർമ്മയോഗമായിട്ട് പറഞ്ഞിട്ടാണ് പിന്നീട് നടുവിലേക്ക് കയറി. അതായത് റിവേഴ്സ് ഓർഡറിലാണ് പറയുന്നത്. കർമ്മയോഗത്തില് നമ്മളുടെ പുറമെ ഈ ക്രിയേറ്റീവ്, പ്രൊഡക്റ്റീവ്, എൻറിച്ചിങ് ആയിട്ട് നമ്മൾ എങ്ങനെ മാറാം എന്നുള്ളതാണ് കർമ്മയോഗത്തിൽ പറഞ്ഞത്. പുറമെ ഇപ്പൊ പ്രോസസ് ഇപ്പൊ നമ്മൾ ഇപ്പൊ 15-ാം അധ്യായത്തിൽ പറഞ്ഞായിരുന്നു. പക്ഷെ ഭഗവത്ഗീത ആദ്യം തുടങ്ങുന്നത് എവിടെ? പുറമേയുള്ള ലോകത്തിൽ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം. അതാണ് നമ്മൾ ഓരോരുത്തരും എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് Tvam Pada. How you actually exist in this world as a selflessly active person of productivity, creativity and enrichment through dexterity of action. അതാണ് ആദ്യം. അവിടെ അതിനുള്ള വഴികൾ, പ്രാക്ടീസസും നോളജിന്റെ വഴികൾ ഒക്കെ പറയുന്നുണ്ട് 3, 4, 5, 6 അധ്യായങ്ങളിൽ. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നൊക്കെ പറയുന്ന
പ്രതിപാദേന പരിപ്രശ്നേന സേവയ. ആ നോളജ് അക്വിസിഷൻ അതിന്റെ പ്രോസസ്സിനെ പറ്റിയിട്ടൊക്കെ അവിടെ പറയുന്നുണ്ട് കർമ്മയോഗത്തിൽ. പിന്നീട് നെക്സ്റ്റ് സ്റ്റേജ് നമ്മുടെ ഉള്ളിലത്തെ നമ്മൾ ആരാണ്? വി ആർ ദാറ്റ്, തത്, അതാണ് ഞാൻ എന്നുള്ള ബോധം നമുക്ക് തരാൻ വേണ്ടിയിട്ട് ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദി എനർജീസ് വിത്തിൻ ദാറ്റ് യു ആർ യൂണിവേഴ്സൽ, യു ആർ ഇൻഫിനിറ്റ് ആൻഡ് യു ആർ ഇംപെറിഷബിൾ. അപ്പൊ എന്താ നമ്മുടെ മനസ്സിലുണ്ടാവുന്നത്? ഫെയ്ത്ത്, ഡെഡിക്കേഷൻ, ഫോക്കസ്. എനിക്ക് എന്റെ ആത്മതത്വത്തിനോട് തന്നെയുള്ള ഫെയ്ത്തും ഡെഡിക്കേഷനും ഫോക്കസും അവിടെ ദൃഢമാവുകയാണ് ചെയ്യുന്നത്. അതായത് ഭഗവത്ഗീത is telling you and proving to you that you are universal, proving to you that you are imperishable and imperishable, അക്ഷരം, and proving to you that you are infinite എന്ന് പറയുന്ന രാജഗുഹ്യ യോഗം 9. അപ്പൊ 7, 8, 9 ചാപ്റ്ററുകളിൽ ഈ പറയുന്ന എന്റെ ആത്മതത്വം, എന്റെ ഉള്ളിലിരിക്കുന്ന ശക്തിയെ പറ്റി എനിക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഐ ബിക്കം മോർ ഫോക്കസ്ഡ് ഓൺ മൈ ഓൺ ഇന്നർ സ്ട്രെങ്ത്സ് ആൻഡ് therefore I become dedicated. I have faith, dedication and focus. ഈ ഫെയ്ത്ത്, ഡെഡിക്കേഷൻ ആൻഡ് ഫോക്കസ് എന്നിൽ തന്നെ, എന്റെ ശക്തിയിൽ, ആത്മശക്തിയിൽ തന്നെ എനിക്ക് ഫെയ്ത്ത്, ഡെഡിക്കേഷൻ, ഫോക്കസ് ഉണ്ടാകുമ്പോൾ ആ ശക്തിയെ ഞാൻ ടാപ്പ് ചെയ്യുന്നതിൽ എനിക്ക് ഫെയ്ത്ത്, ഫോക്കസ് ആൻഡ് ഡെഡിക്കേഷൻ ഉണ്ടാകുന്നു. ആ ഫെയ്ത്ത്, ഡെഡിക്കേഷൻ ആൻഡ് ഫോക്കസ് എന്ന് പറയുന്ന മനസ്സിന്റെ കണ്ടീഷനില്ലേ, അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഭക്തി. അതാണ് 7 മുതൽ 19 വരെ, 12 വരെയുള്ള 7, 8, 9 ശക്തികളെ പറ്റി പറയുന്നു. പിന്നെ അതിന്റെ മാനിഫെസ്റ്റേഷൻസും അതിന്റെ ഹോളിസ്റ്റിക് പെർസ്പെക്റ്റീവും തന്നിട്ട് ഭക്തിയുടെ കാര്യം പറഞ്ഞു. ഇനി അത് കഴിഞ്ഞ് 13 ക്ഷേത്ര. ഇനി ഇതൊക്കെ, ഈ ശക്തികളൊക്കെ തരുന്ന ശക്തിയാണ് എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ക്ഷേത്രങ്ങളെ മുഴുവനും ഉത്തേജിപ്പിച്ചുകൊണ്ട് ക്ഷേത്രജ്ഞനായിട്ട് എങ്ങനെ എൻ്റെ ഉള്ളിലിരിക്കുന്നു. ക്ഷേത്രജ്ഞ വിഭാഗയോഗം 13. ആൻഡ് ദെൻ ഈ ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിലെ ക്ഷേത്രം എന്താണെന്നും ക്ഷേത്രജ്ഞൻ എന്താണെന്നും മനസ്സിലാക്കി. ജീവൻ ആരാണെന്ന് ഞാൻ മനസ്സിലായി. ആ ജീവശക്തി ആത്മതത്വം തന്നെയാണെന്നുള്ള ബോധവും എനിക്കുണ്ടായി. അപ്പോ ഇതൊക്കെ ഇത്രയും മനസ്സിലാക്കിയിട്ടും എനിക്ക് പല ആൾക്കാർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുത്താൽ എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്നുള്ള ചോദ്യം അർജുനനിൽ നിന്ന് വന്നപ്പോഴാണ് ശ്രീകൃഷ്ണൻ സത്വരജസ്തമോ ഗുണങ്ങൾ എന്താണ് എന്ന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. സത്വഗുണം എന്താണ്, രജോ ഗുണം എന്താണ്, തമോ ഗുണം എന്താണ്, ഇതിന്റെ എല്ലാം മിക്സ് ആയിട്ടാണ് നമ്മുടെ മനസ്സ് കിടക്കുന്നതെന്നും അത് സത്യത്തിൽ പറഞ്ഞാൽ താമസം ആണെങ്കിൽ രജസിലേക്കും, രജസിൽ നിന്ന് സത്വത്തിലേക്ക് നമ്മളെ എങ്ങനെ ഉയർത്തണം എന്നുള്ള പ്രോസസ്സിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. ഇതിന്റെ ഈ ഓരോ ഗുണങ്ങളും എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞു. അതാണ് മറ്റേ ഗുണത്രയ വിഭാഗയോഗം 14. അപ്പൊ അതോട് കൂടിയിട്ട് സമ്മറിയായി 15ാമത്തെ പുരുഷോത്തം. ദെൻ ഇത് നമ്മൾ മനസ്സിലാക്കിയെടുക്കലാണ് നമ്മളുടെ സ്ട്രൈവിങ് ടുവേർഡ്സ് പെർഫെക്ഷൻ. ഈ പെർഫെക്ഷനിലേക്ക്, അതായത് ബ്രഹ്മത്തിന്റെ പെർഫെക്ഷൻ, ഇൻഫിനിറ്റിയുണ്ട്. മോസ്റ്റ് പെർഫെക്റ്റ് എന്താണ്? ഇൻഫിനിറ്റ് കണ്ടീഷൻ ഈസ് എൻകോംപാസിങ് എവറിഥിങ്, എല്ലാം ഉണ്ട് അതിൽ. ഇൻഫിനിറ്റ്, ആ ഇൻഫിനിറ്റ് സ്റ്റേറ്റിലേക്ക് ഞാൻ ഉയരുക, എന്റെ ചിന്തകൾ ഉയരുക. ഞാൻ ഉയരുക എന്ന് പറഞ്ഞാൽ എന്റെ ചിന്തകൾ ഉയരുക എന്നാണ്. അപ്പൊ ഇൻഫിനിറ്റ് സ്റ്റേറ്റിലേക്ക് എന്റെ ചിന്തകളെ ഞാൻ എങ്ങനെ ഉയർത്തും എന്നുള്ള ആ ഒരു പ്രോസസ്സാണ് ഇത്രയും നാൾ ഇത്രയും അധ്യായങ്ങളിലൂടെ പറഞ്ഞത്. അതിന്റെ സമ്മറിയാണ് ഇവിടെ 15ാം അധ്യായത്തിൽ പറഞ്ഞത്. എല്ലാ ജീവജാലങ്ങളിലും ഈ ശക്തി കാണാം. ആ ജീവൻ മുഴുവൻ, ലൈഫ് ഇൻ ദിസ് യൂണിവേഴ്സ് ഈസ് ആക്ച്വലി ഇവോൾവിംഗ് ഇൻ ദിസ്. ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് എവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതിനു വേണ്ടി മാത്രം. അതുകൊണ്ടാണ് ചെറിയ മിണ്ടാപ്രാണികള്, ഇങ്ങനെ ഇഴകി നടക്കുന്ന പ്രാണികളൊക്കെ അതിൽ നിന്നും ഉയർന്നു മൃഗങ്ങളും, ആ മൃഗങ്ങളും ഒക്കെ കഴിഞ്ഞ് പിന്നീട് ഉയർന്ന് ഈ മനുഷ്യനും, ആ മനുഷ്യന്റെ കണ്ടീഷനിൽ എത്തിയപ്പോൾ മനുഷ്യന് താഴേക്കും മുകളിലേക്കും പോകാനായിട്ടുള്ള ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അപ്പോ താഴേക്കും മുകളിലേക്കും പോകുന്നത് എങ്ങനെയാണ്? അതായത് ഉത്തരായണവും ദക്ഷിണായനവും ഒക്കെ പോകാനായിട്ടുള്ള ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മളുടെ ഉള്ളിലത്തെ ഈ പറയുന്ന വിവേകം ബുദ്ധി ഉപയോഗിച്ച് വൈരാഗ്യത്തോടുകൂടി നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കണം എന്നാണ് ഈ പറഞ്ഞ വച്ച സംഗതി. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മൾ ആ റൂട്ടിലേക്ക് തന്നെ തിരിച്ചു ചെല്ലും. റൂട്ടിലേക്ക് ഊർജ്ജമൂലമതഃശാഖം എന്ന് പറഞ്ഞില്ലേ, അവിടെ അതിലേക്ക് എത്തിച്ചേരും. അതാണ് ദാറ്റ് ഈസ് വാട്ട് ഭഗവത്ഗീത ഈസ് ട്രൈങ് ടു ടീച്ച് us. അപ്പോ ഇഫ് വി ചാനലൈസ് ദിസ് ഇൻഫിനിറ്റ് പവേഴ്സ് ഓഫ് ദ സെൽഫ്, അതെങ്ങനെയാണ് ചാനലൈസ് ചെയ്യുക? നമ്മുടെ ഉള്ളിലത്തെ ശക്തിയെ നമുക്ക് ചാനലൈസ് ചെയ്യാനായിട്ടുള്ള വഴികൾ എന്താണ്? ത്രൂ വിൽ പവർ ആൻഡ് സെൽഫ് എഫേർട്ട്. സെൽഫ് എഫേർട്ട് ആണ് നമുക്ക്. വി ഹാവ് ടു പുട്ട് ഇൻ അവർ ഓൺ എഫേർട്ട്. സെൽഫ് എഫേർട്ട് ഇൻ ഫോർവാർഡ് ഇൻ ഡ്രൈവിംഗ് അവർ പ്രൊഡക്റ്റീവ് എനർജീസ് ടു നറിഷ് അവർ എക്സ്പീരിയൻസസ്, വാല്യൂ സിസ്റ്റംസ് ആൻഡ് നോളജ്. നമ്മളുടെ ജ്ഞാനം, മൂല്യങ്ങള്,
and therefore our experiences, and apply this in our life without likes and dislikes. ഇതെല്ലാം മനസ്സിലാക്കി ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അതീതമായിട്ട് നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ it becomes a sure recipe for maximizing your capabilities, skill sets and utility value to the world. നമുക്ക് ഇത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആക്കി മാറ്റാൻ പറ്റും. എവറി ഡേ യു ക്യാൻ ബിക്കം മോർ ആൻഡ് മോർ ബെറ്റർ ഇൻ യുവർ കേപ്പബിലിറ്റീസ്, സ്കിൽ സെറ്റ്സ് ആൻഡ് യൂട്ടിലിറ്റി വാല്യൂ ടു ദ വേൾഡ്. മറ്റുള്ള ഈ ലോകത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് സാധിക്കും എന്ന് എല്ലാ ദിവസവും നമുക്ക് ചിന്തിച്ച് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. സോ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്, ദാറ്റ് നമ്മളുടെ ഉള്ളില് ശക്തി എപ്പോഴും നമ്മളുടെ ചിന്തകളായിട്ടും ആ ചിന്തകൾ ആക്ഷൻസ് ആയിട്ടുമാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് സെൽഫ്, ഐ എന്ന് പറയുന്ന സെൽഫ്, ഇറ്റ് ഈസ് എവരിവർ, ബട്ട് ഇറ്റ് ഈസ് സെൻട്രലൈസ്ഡ് ഇൻ, നമുക്ക് അപ്പാരന്റ്ലി സെൻട്രലൈസ്ഡ് ഇൻ അവർ ഫിസിക് BMI, and therefore it becomes our thoughts and then thoughts into actions. Adana, that is the practical knowledge of the austerity that we need to perform when we fully comprehend the sense of the self as the all-powering force within us. Self ആണ് നമ്മളുടെ ഉള്ളിലത്തെ എല്ലാ ശക്തികളുടെയും ആധാരം, which is helping us to do anything, everything. By becoming everything, it becomes everything in. എന്റെ ചിന്തകളാവുന്നു, എന്റെ ചിന്തകളും എല്ലാ വിധത്തിലുള്ള ചിന്തകളുമായി മാറുന്നു, എല്ലാ വിധത്തിലുള്ള കർമ്മേന്ദ്രിയങ്ങളുടെ കർമ്മ ശക്തിയായിട്ട് മാറുന്നു. Becoming everything, we stand, if we understand that, we stand to gain in confidence of our own potentials. നമ്മളുടെ ശരിക്കും ആന്തരികമായിട്ടുള്ള ശക്തി എന്താണെന്ന് നമുക്കൊരു ബോധം. This knowledge should help us build our self-esteem to face the challenges of the world with confidence and build that faith that nothing is impossible. If at all we lack in anything, ഇപ്പൊ എന്തെങ്കിലും കുറവുണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, it is just because we are not channelizing our energies with willpower and self-effort. So അപ്പൊ നമ്മൾ ആലോചിക്കുക, ഈവൻ എ പോർഷൻ ഓഫ് ദ പവർ ഓഫ് ദ സെൽഫ്, ഈ പവർ ഓഫ് സെൽഫിന്റെ ഒരു ചെറിയ ശക്തി മാത്രം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് വി ക്യാൻ സ്റ്റാർട്ട് മേക്കിംഗ് ചേഞ്ചസ്. ചെറിയ എഫേർട്ട് എടുക്കുമ്പോൾ തന്നെ മാറ്റങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ നമ്മൾ എന്ത് ബുദ്ധിമുട്ടുള്ള സംഗതികൾ ഒരു ചെറിയ എഫേർട്ട് ഇട്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് വി വിൽ സീ ദാറ്റ് എനിക്ക് അത് വഴി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. What then would be you if you have the faith that self is infinite, self infinite ആണെന്നുള്ള ബോധം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് നേടിക്കൂടാ എന്നാണ് ഈ ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തരുന്നത്. സോ ഇറ്റ് ഈസ് അബൌട്ട് ദി ഇൻഫിനിറ്റ് ബിക്കമിങ് ലിമിറ്റഡ്. അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്കിടെയും ബുദ്ധിയുടെയും ശരീരത്തിന്റെ ഉള്ളിൽക്കൂടെ പറയുമ്പോൾ ഈ സെൽഫിനെ ഇൻഫിനിറ്റ് ആയിട്ട് ഞാൻ കാണുന്നു, അതാണ് എന്റെ ഡെല്യൂഷൻ. അത് മാറ്റണം എന്നാണ് പറയുന്നത്. ഹൗ? അതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പറയുന്ന ശ്രോത്രം ചക്ഷുസ്പർശനം ചാരസനം ഘ്രാണം ഏവച എന്നൊക്കെ പറഞ്ഞ് വർണ്ണിച്ചിരിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ദ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഞാൻ, ഇൻഫിനിറ്റ് പവേഴ്സ് ഓഫ് ഹിയറിംഗ്, ടേസ്റ്റിംഗ് എല്ലാം ഉണ്ട് എനിക്ക്. പക്ഷെ എന്റെ സ്കിന്നിനും എന്റെ കണ്ണിനും ചെവിക്കും തൊലിക്കും ഒക്കെ അതിനുള്ള ഫുൾ കപ്പാസിറ്റി ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കാരണം കണ്ണിന്റെ കാഴ്ച, ഇപ്പൊ എനിക്ക് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ പ്രപഞ്ച യൂണിവേഴ്സ് മുഴുവൻ എനിക്ക് കാണാൻ പറ്റും. പക്ഷെ എന്റെ കണ്ണ് അങ്ങനെ അല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കണ്ണ് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ കണ്ണിന്റെ നേരെ മുമ്പിലുള്ള സംഗതികളെ മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഐ എം നോട്ട് സീയിങ് എവരിതിങ്. മറ്റൊന്നും കാണാൻ പറ്റുന്നില്ല എന്നല്ല, അത് കണ്ണിന്റെ കുറവാണത്. കണ്ണിന്റെ ശക്തി, സെൽഫിന് എല്ലാം കാണാൻ സാധിക്കും. 360 ഡിഗ്രീസ് കംപ്ലീറ്റ് യൂണിവേഴ്സിറ്റി കാണാനും സാധിക്കും ഒറ്റയടിക്ക്. പക്ഷെ കണ്ണിന്റെ ഉള്ളിൽക്കടെ പ്രവർത്തിക്കുമ്പോൾ ആ കണ്ണിന്റെ കുറഞ്ഞ ശക്തികൾക്ക് മാത്രമേ എനിക്ക് കാണിച്ചു തരാൻ സാധിക്കുള്ളൂ. എന്റെ ബോഡി, എന്റെ മനസ്സിനെ കാണിച്ചു തരാൻ പറ്റുള്ളൂ, മനസ്സിനും ബുദ്ധിക്കും. സെൽഫിനല്ല. സെൽഫ് ഈസ് എവരിവർ. ബട്ട് എന്റെ മനസ്സിന് എന്റെ കണ്ണ് കാണിച്ചു തരുന്നത് കണ്ണിന് കാണുന്ന സാധനങ്ങളെ മാത്രമേ ഉള്ളൂ. ലിമിറ്റഡായി ഐ എം ബിക്കമിങ് ലിമിറ്റഡ് ദാറ്റ് വേ. അതാണ് സംഭവിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു ഗുണമുണ്ട്, എനിക്ക് കാണാൻ പറ്റാത്ത സാധനങ്ങളും കാണാനായിട്ടുള്ള ശക്തി, എനിക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ശക്തി നമുക്കില്ലേ, മനുഷ്യന് മാത്രമേ ഉള്ളൂ. ഉൾക്കാഴ്ച ഒക്കെ ഉണ്ടാക്കി തരുന്നത് എങ്ങനെയാണ്? അപ്പോ അങ്ങനെയാണ് നമുക്ക് പുതിയ ഐഡിയാസ് ഒക്കെ ജനിക്കുന്നത് നമ്മുടെ മനസ്സിൽ, അല്ലെ? അത് വേറെ മൃഗങ്ങൾക്കും പട്ടികൾക്കും ജന്തുക്കൾക്കൊന്നും സാധിക്കില്ല, മനുഷ്യന് സാധിക്കും. ഇതുവരെ കാണാത്ത സംഗതികളെ പറ്റി കാണാനും അത് കണ്ട് അതിനെ പ്രാവർത്തിക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. അതാണ് ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറീസ്. അത് നടക്കുന്നു. അത് എല്ലാവർക്കും സാധിക്കില്ല എന്നല്ല, എല്ലാവർക്കും സാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അതിനുവേണ്ടി സ്ട്രൈവ് ചെയ്യുന്നവർക്ക് അത് സാധിക്കും. അതാണ് നമുക്ക് ഗീത പറഞ്ഞു തരുന്നത്.
സ്ട്രൈവ് ചെയ്യുന്നവർക്ക് അത് സാധിക്കും. അപ്പൊ അത് ഈ ദിസ് പ്രോസസ് അതിനേക്ക് സ്ട്രൈവ് ചെയ്യുന്ന പ്രോസസ് ഇല്ലേ, അതാണ് പുരുഷോത്തമനിലേക്കുള്ള വഴി, ദ പെർഫെക്റ്റ് സ്റ്റേറ്റിലേക്കുള്ള വഴി, പെർഫെക്ഷനിലേക്കുള്ള വഴി, ദ സെൽഫിന്റെ വഴി, സെൽഫിലേക്കുള്ള വഴി, അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇത് ഫിസിക്കൽ വേൾഡിൽ നമുക്ക് എങ്ങനെ ഈ പറയുന്ന ജ്ഞാനത്തിനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഇത് ഗീതയിലും ആ വിധത്തിൽ തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് കാരണം അർജുനൻ അങ്ങനത്തെ ഒരു കണ്ടീഷനിലായിരുന്നു. എനിക്ക് ഒന്നും കഴിയില്ല, ഇതൊന്നും എനിക്ക് പറ്റില്ല എന്നുള്ള കണ്ടീഷനിൽ ഇരിക്കുന്ന അർജുനനെ ഉത്തേജിപ്പിച്ചെടുത്തുകൊണ്ടെന്ന് കർമ്മത്തിലേക്ക് കൊണ്ടുവരണം, ചെയ്യേണ്ട ഡ്യൂട്ടീസിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് കൃഷ്ണൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് അതിനെ അതേപടി തന്നെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലെ നമ്മളുടെ ചാലഞ്ചസിനെ, നമ്മുടെ വിഷാദങ്ങളെ, അർജുന വിഷാദയോഗം വിഷാദങ്ങളെ നമുക്ക് അകറ്റി നിർത്തിക്കൊണ്ട് എൻ്റെ ഉള്ളിലുള്ള ഈ പറയുന്ന ഇൻഫിനിറ്റ് ആയിട്ടുള്ള കേപ്പബിലിറ്റീസ്, ബ്രഹ്മം, എൻ്റെ ഉള്ളിലുള്ള ബ്രഹ്മത്തിനെ എനിക്ക് എൻ്റെ മനസ്സ്, ബുദ്ധി, ശരീരം, കണ്ണുകൾ, മൂക്ക്, ചെവി, പ്രാണശക്തി, അതൊക്കെ അത് എന്നെ ലിമിറ്റഡ് ആക്കി പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിലും ഒരു ജയിലിന്റെ ഉള്ളിലാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. ഈ പറയുന്ന ഫിസിക്കൽ ഞാൻ ജനിച്ചിരിക്കുന്നത് ഒരു ജയിലിന്റെ ഉള്ളിലാണ്. ആ ജയിലിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് എൻ്റെ നല്ല ചിന്തകളെ ഉപയോഗിച്ച്, ദൈവീകമായിട്ടുള്ള ചിന്തകളെ ഉപയോഗിച്ച്, ഇൻഫിനിറ്റ് ആയിട്ടുള്ള തോട്ട്സ് ഉപയോഗിച്ച്, ജ്ഞാനം ഉപയോഗിച്ച് നല്ലത് ചെയ്യുവാനായിട്ടുള്ള പ്രേരക ശക്തികളായി മാറ്റി ദേവകിയും വസുദേവനും ചേർന്ന് എൻ്റെ ഉള്ളില് പ്രകാശിക്കുമ്പോൾ ആ ദേവകിയും വസുദേവന്റെയും റിസൾട്ടായിട്ട് എൻ്റെ ഉള്ളിലത്തെ കൃഷ്ണൻ പുറത്തേക്ക് വന്ന് എൻ്റെ പുറമേയുള്ള ലോകത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ശക്തി വാസുദേവൻ എന്നെ എടുത്തുകൊണ്ട് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരും. അങ്ങനെ വസുദേവൻ ആ കാരാഗ്രഹത്തിൽ നിന്ന് എൻ്റെ ഉള്ളിലത്തെ കൃഷ്ണനെ പുറത്തേക്ക് എടുത്തുകൊണ്ടുവന്ന് പുറമേയുള്ള ലോകത്തിലുള്ള പല വിധത്തിലുള്ള ചലഞ്ചസ്, പൂതന മുതല് മറ്റേ പല 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 അസുരന്മാരുണ്ടല്ലോ, ആ അസുരൻ, ബകാസുരൻ, ധേനുകാസുരൻ, അങ്ങനെയുള്ള അസുരന്മാര് പല വിധത്തിലുള്ള, അതായത് ഇവരൊക്കെ പല വിധത്തിൽ, ഇപ്പൊ ധേനുകൻ, മറ്റേ പൂതന എന്നൊക്കെ പറയുന്നത് ഓരോ നമ്മളുടെ മനസ്സിന്റെ കണ്ടീഷൻസ് ആണ്. ആ അങ്ങനത്തെ ഉള്ള അസുരന്മാരെയൊക്കെ തോൽപ്പിച്ച് കംസനെ നിഗ്രഹിച്ച് ദണ്ഡാവക്രനെയും ഹിരണ്യകശിപുവിനെയും ശിശുപാലനെയും ഒക്കെ കൊന്ന് പുറത്തേക്ക് വന്ന് പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്ന ഒരു കണ്ടീഷനിലേക്ക് ആ അവതാരം, കൃഷ്ണാവതാരത്തിന്റെ എല്ലാ വിധത്തിലുള്ള എന്താ പറയാ ഉദ്ദേശങ്ങളും സബലീകരിച്ച് എനിക്ക് എന്നെ മോക്ഷത്തിലേക്ക് എത്തിക്കുക, ഇൻഫിനിറ്റ്യൂഡിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന പ്രോസസ്. ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് ഈ നമ്മുടെ ഭാഗവത പുരാണത്തില് ശ്രീകൃഷ്ണ കഥയായിട്ട് 10ാമത്തെ സ്കന്ധത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് ഈ പ്രോസസ്സാണ്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എവല്യൂഷൻ, ദ പ്രോസസ് ഓഫ് എവല്യൂഷൻ ഫ്രം ദി ലീവ്സ് ടു അത് താഴെ നിന്ന് ദക്ഷിണത്തിൽ നിന്ന് ഉത്തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രയാണം, ജ്ഞാനത്തിലേക്ക് എത്തിക്കുന്ന, ഇൻഫിനിറ്റ്യൂഡിലേക്ക് എത്തിക്കുന്ന ഫ്രീഡം, ദ പെർഫെക്റ്റ് ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ലിമിറ്റേഷൻസ് ഒന്നും എനിക്കില്ല. ഇതെന്നെ എല്ലാം എൻ്റെ മനസ്സിന്റെയും ബുദ്ധിയുടെയും ശരീരത്തിന്റെയും ലിമിറ്റേഷൻസ് മാത്രമാണ്. അത് ഞാൻ അതിജീവിച്ച് അതിനെ ആവുന്നതും വലുതാക്കി ഞാൻ മേപ്പോട്ട് ഉയരും. എന്നിട്ട് ഈ ലോക നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും എന്ന് പറയുന്ന ചിന്ത, അതാണ് എൻ്റെ മോക്ഷം. ദാറ്റ് ഈസ് മൈ മോക്ഷ. ദാറ്റ് ഈസ് മൈ എക്സ്പാൻഷൻ ടു ഇൻഫിനിറ്റി. ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് ഭഗവത്ഗീത വാസ് ടീച്ചിങ്. അപ്പോ സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാര് ദേ വിൽ ബി ഫോക്കസ്ഡ് ഓൺ those who are unselfish and focused on the selfless ആയിട്ടുള്ളവര് see the Atman as the self, infinite as the self, existing within. But those who are selfish, മനസ്സും ബുദ്ധിയാണ് ഞാൻ എന്ന് വിചാരിക്കുന്നവരോ, they are lacking in discrimination. However much they strive, they will not realize it. Understand that the brilliance of the sunshine, എൻ്റെ പവർ, എൻ്റെ ഉള്ളിലത്തെ കോൺഷ്യസ്നെസ് ആയിട്ടിരിക്കുന്ന ആ ശക്തി, പ്രജ്ഞയായിട്ടിരിക്കുന്ന ശക്തി, ഇലൂമിനേറ്റിംഗ് മൈ ഹോൾ വേൾഡ്. ഈ പ്രജ്ഞ ഇല്ലെങ്കിലോ ഈ ലോകം മുഴുവൻ ഇരുട്ടാണ്. എനിക്ക് പ്രജ്ഞയില്ലെങ്കിൽ ഈ ലോകം മുഴുവൻ ഇരുട്ടാണ്. പക്ഷെ എനിക്ക് പ്രജ്ഞ ഉണ്ടാവുമ്പോഴോ ലോകം മുഴുവൻ വെളിച്ചത്തിലെ കോൺഷ്യസ്നെസ് ആയി. ദ ലൂമിനൻസ് ഓഫ് ദ മൂൺ ആൻഡ് ദ ബ്രൈറ്റ്നസ് ഓഫ് ദ ഫയർ, ഇലൂമിനേറ്റിംഗ് ഹോൾ വേൾഡ്. ദ ലൂമിനൻസ് ഓഫ് ദ മൂൺ എൻ്റെ മനസ്സിന്റെയും ബുദ്ധിയുടെയും വെളിച്ചം ആയി മാറുന്നു. ആൻഡ് ബ്രൈറ്റ്നസ് ഓഫ് ദ ഫയർ എൻ്റെ കർമ്മങ്ങളുടെ ഫയർ ആയി മാറുന്നു.
ഓൾ ദീസ് സ്പ്ലെൻഡേഴ്സ് ആർ ബേസ്ഡ് ഓൺ ദ സെൽഫ്. സെൽഫാണ് ഈ പറയുന്ന സ്പ്ലെൻഡേഴ്സ് ഒക്കെ എനിക്ക് തന്നിരിക്കുന്നത്. ദ സെൽഫ് മേക്സ് us എൻജോയ് ദീസ് പ്ലഷേഴ്സ് ബൈ എൻഗേജിങ് ദ മൈൻഡ്. അപ്പൊ നമ്മള് തെറ്റിദ്ധരിക്കുകയാണ്. മനസ്സ് എന്നിട്ട് മനസ്സിന് ചിന്തകൾ വരുമ്പോ ചിന്ത തുടങ്ങുമ്പോൾ ചിന്തയാണ് ഞാൻ, ഈ ചിന്താശക്തിയാണ് ഞാൻ എന്നുള്ള, മനസ്സും ബുദ്ധിയുമാണ് ഞാൻ എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു. The wise ones see this process correctly. ബുദ്ധിയുള്ളവർ ഇത് മനസ്സിലാക്കും ശരിക്കും. But others, because their intelligence is clouded, do not see the power of self, even when they strive to grapple. ഇത് വേണമെന്ന് വിചാരിച്ചാൽ പോലും പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് പലരും എത്തിച്ചേരുകയാണ്. കാരണം എപ്പോഴും മനസ്സ് സ്ലിപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. The self enlivens the mind and the senses. We must understand that the power of the senses and the mind is the power of the self. എന്റെ മനസ്സിന്റെയും സെൻസസിന്റെയും ഒക്കെ ശക്തി എന്ന് പറയുന്നത് സെൽഫാണ്, സെൽഫിന്റെ ശക്തിയാണ്. അല്ലാണ്ട് അവരുടെ ഓരോരുത്തരുടെയും കഴിവ് മാത്രമല്ല അത് ഈ സെൻസസ് മൂക്കായിട്ട് വേണമെങ്കിൽ അതിന്റെ ഉള്ളിലെ കോൺഷ്യസ് എനർജി എന്റെ ഉള്ളിൽ കൂടെ പ്രാണശക്തിയായിട്ട് പുറത്തേക്ക് വരണം. എന്നാലേ എനിക്ക് മൂക്ക് കൊണ്ട് മണക്കാൻ സാധിക്കും. അപ്പോ ദിസ് ഈസ് ദ പിക്ചർ. നോർമൽ പിക്ചറിൽ നമ്മളെല്ലാവരും I am the ear, skin, tongue, eye, toe, the organs. I am the organs of perception, and therefore my mind, intellect, manasa, buddhi, chittam, and the experiences and memories are controlled by the ahankara, ego, and I exist in this world as the jiva. ജീവൻ ആയിട്ട് ഞാൻ നിലനിൽക്കുന്നു. ആ ജീവൻ ഞാൻ ഈ പറയുന്ന അഹങ്കാരം, ബുദ്ധി, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് പറയുന്ന അന്ധക്കരണങ്ങളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ എന്റെ പവേഴ്സ് ഓഫ് പെർസെപ്ഷൻ, എന്റെ പവേഴ്സ് ഓഫ് ഓർഗൻസ് ഒക്കെ ഞാനാണ്. ഇതാണ് ഞാൻ എന്നുള്ള പറയുന്ന ഒരു കണ്ടീഷനിൽ ഞാൻ വർക്ക് ചെയ്യുന്നു. പക്ഷേ സത്യത്തില് നമ്മൾ അതിന്റെ ഉള്ളിലുള്ള ബാറ്ററി പവർ നമ്മൾ കാണുന്നില്ല. ദ സെൽഫ്, ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് ഹാപ്പൻസ്. ബട്ട് ദ പീപ്പിൾ വിത്ത് വിസ്ഡം സീ ദാറ്റ് ഐ ആം ദാറ്റ് സെൽഫ്. ഐ ആം ദ സെൽഫ്. മറ്റേ നേരത്തെ ഉള്ളതിലോ ഐ ആം ദ ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ട്. നോ ഐ ആം ദ സെൽഫ്. ഇതാണ് ബുദ്ധിയുടെ കാഴ്ച, മനസ്സിലായിട്ടുള്ള വിസ്ഡത്തിന്റെ കാഴ്ച. ഇതാക്കി മാറ്റണം എന്നാണ് ഈ പറഞ്ഞത്. ബിക്കോസ് എൻറ്ററിങ് ദ എർത്ത്, അതായത് ധാമാവിശ്യച ഭൂതാനി ധാരയാമ്യഹമോജസ പുഷ്ണാമി ചൗഷധി സർവ സോമോ ഭൂത്വാ രസാത്മകഃ. എൻറ്ററിങ് ദ എർത്ത് ആൻഡ് all the living entities and vegetations, etc., as energy, the self nourishes everything and becomes the basis for all metabolic activities within. Kama Vishya Bhudani. Ini aham, and then what happens? Becoming the digestive fire within. Aham Vaishwanaro Bhukta Praninam Dehamasvitaha Pranapana Samayukta Pajami Annam Chaturvita. Becoming the digestive forces within all living entities and combining with the prana and apana, the self digests the food that is consumed in 4 types of ways. അതായത് through licking, eating, gulping and swallowing. അങ്ങനെ 4 വിധത്തില് കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളെയും ഞാൻ നമ്മുടെ ഉള്ളില് വൈശ്വാനരനായിട്ട് ഇരുന്നുകൊണ്ട് അതിനെ ദഹിപ്പിച്ച് എന്റെ ശരീരത്തിലേക്ക് ലയിപ്പിച്ചു തരുന്നു. പിന്നെയോ സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമപോഹനം ച വേദൈശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്ത കൃത്വേദ വിധേയ ചാഹം. അതായത് സീറ്റഡ് ഇൻ ദ ബോസം, അങ്ങനെ എന്റെ മനസ്സിന്റെ ഉള്ളിലിരുന്നുകൊണ്ട് ദ ബോസം ഓഫ് ഓൾ എൻറ്റൈറ്റീസ്, മനസ്സിന്റെ ഉള്ളിലിരുന്നുകൊണ്ട് ദ സെൽഫ് ബിക്കംസ് ദ മെമ്മറി, ദ നോളജ് ആൻഡ് ദെയർ ലോസ് ആൻഡ് ദ പവേഴ്സ് ഓഫ് ഇൻഫറൻസ് എക്സെട്ര. In all knowledge, the self is the subject. സെൽഫാണ് സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് ആണ് പിന്നെ നമ്മളെ പറഞ്ഞു തരുന്നത്. ഇത് ജ്ഞാനം, ഇത് ഇന്ന ജ്ഞാനം, മറ്റേതിനെ പറ്റിയിട്ടുള്ള ജ്ഞാനം, ഇന്നതിനെ പറ്റിയിട്ടുള്ള ജ്ഞാനം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറഞ്ഞു തരുന്നു. The originator and the knower, the power to know and the knowledge itself. The knowledge itself and the power to know and the process of creating knowledge. ഇതെല്ലാം ഞാൻ തന്നെയാവുന്നു എന്ന് പറയുന്ന അവസ്ഥ. അവിടെ നോളജ്, the process of knowledge and the എന്താ പറയുക, ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദാറ്റ് നോളജ്. അതിന് 3 ഉണ്ട്. നോളജ് ഉണ്ട്, പ്രോസസ് ഓഫ് നോളജ് ഉണ്ട്, പിന്നെ ഇത് മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അങ്ങനെ 3 സംഗതികളെയും എല്ലാം ഞാൻ തന്നെയാണ് എന്നുള്ള ബോധം. അപ്പൊ അത് വേദാന്തത്തെ ത്രിപുടി എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷനെ പറ്റി പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഇപ്പൊ കിടക്കുന്നില്ല. 3 സംഗതി, എന്ത് സംഗതി എടുത്തു കഴിഞ്ഞാലും 3 എണ്ണമാണ്, 3 സ്റ്റേറ്റ് ആണ്. ആ 3 സ്റ്റേറ്റ് ഒന്നാണ്, എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ളത് ബോധം നമുക്ക് ഉണ്ടാവുമ്പോൾ അതായത് ജ്ഞാനം, ഇപ്പൊ ജ്ഞാനമുണ്ട്,
ഞാൻ ജ്ഞാനത്തിലേക്ക് പോകുന്ന ജ്ഞാനത്തിന്റെ വഴി. ഇത് മൂന്നാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പെർഫെക്ഷനിലെത്താൻ പറ്റില്ല. പക്ഷെ ഇതെല്ലാം ഞാൻ തന്നെയാണ് ജ്ഞാനം എന്നുള്ള ബോധത്തിലെത്തണം എന്ന് പറയുമ്പോഴാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹയസ്റ്റ് ലെവൽ ഓഫ് നോളജിലേക്ക് എത്തുന്നത്. അത് ഈവൻ മെറ്റീരിയൽ നോളജ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും അറിയാം, നമുക്കൊരു സാധനം ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ ഞാൻ ആ നോളജായി മാറുമ്പോഴാണ് സത്യത്തിൽ ഞാൻ അത് ഗ്രഹിക്കുന്നത്. അതല്ലാണ്ട് ഇപ്പൊ മെമ്മറി പവർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ പറയാ കാണാപ്പാടം പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ ജ്ഞാനവും ജ്ഞാനത്തിന്റെ പ്രോസസ്സും ഒക്കെ വേറെ 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 ഇരിക്കുകയാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ. ഞാൻ അതിനെ അപ്പോഴെടുത്തിട്ട് തുന്നിക്കൂട്ടി ചെയ്യാൻ ചെയ്യുന്നത്. അത് പലപ്പോഴും ചിലപ്പോൾ മെമ്മറി ലോസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പോയി. നേരെ മറിച്ച് ഞാൻ മെമ്മറിയായി മാറുന്നൊരവസ്ഥ, ത്രിപുടി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അതാണ് സ്റ്റേറ്റ് ഓഫ് മെഡിറ്റേഷൻ. മെഡിറ്റേറ്റർ, ദ മെഡിറ്റേറ്റഡ് ആൻഡ് ദ പ്രോസസ് ഓഫ് മെഡിറ്റേഷൻ. മെഡിറ്റേറ്റർ, മെഡിറ്റേറ്റഡ് ആൻഡ് ദ പ്രോസസ് ഓഫ് മെഡിറ്റേഷൻ. ഈ ത്രിപുടി, ഇത് ഞാൻ മെഡിറ്റേറ്റർ ആണ്, ഞാൻ എന്തിനാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ബോധം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഞാൻ ഫുള്ളി സ്റ്റേറ്റ് ഓഫ് മെഡിറ്റേഷനിൽ എത്തിയിട്ടില്ല. ഇതൊന്നും അറിയാണ്ട് മെഡിറ്റേറ്റർ, ദ മെഡിറ്റേറ്റഡ് ആൻഡ് ദ പ്രോസസ് ഓഫ് മെഡിറ്റേഷൻ ഒക്കെ ഒന്നും ഇതിനെപ്പറ്റി വേർതിരിച്ചറിയാവുന്നൊരു അവസ്ഥ, വേർതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇതിലേക്ക് ഞാൻ എത്തിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു യൂണിയൻ, ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഇങ്ങനെ കണ്ണടച്ചിരുന്ന് ധ്യാനിച്ച് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടും അല്ല അവിടെ ഗീതയിൽ പറയുന്നത്. പ്രാക്ടിക്കൽ ലെവലിൽ പറയുകയാണെങ്കിൽ നോളജ്, ദ പ്രോസസ് ഓഫ് നോളജ് ആൻഡ് ദ മീ ഹു ഈസ് സ്റ്റഡിയിങ് ദ നോളജ്, ഇതില്ലേ, ഇതെല്ലാം ഒന്നാവുന്നൊരവസ്ഥ. ദാറ്റ് ഈസ് വാട്ട് ത്രിപുടിയെ നശിപ്പിക്കുക, ത്രിപുടിയെ നശിപ്പിക്കുന്ന ഒരവസ്ഥയാണത്. അതിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇത് വേറൊരു വിധത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ അത് ചില അദ്വൈത വേദാന്തത്തില് വളരെ ക്ലിയർ ആയിട്ട് അത് പറയുന്നുണ്ട്. അത് ഫോർ എക്സാമ്പിൾ ഞാൻ ഈശ്വരനിലേക്ക് എത്തുന്ന വഴി, ഇതെല്ലാം ഒന്നായി ഞാൻ തന്നെ ഈശ്വരനാണെന്നുള്ള അവസ്ഥ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തിച്ചേരുന്ന ഒരു സംഗതി, അതാണ് അദ്വൈതം എന്ന് പറയുന്നത്. ആ അദ്വൈതത്തിന്റെ സ്റ്റേറ്റ് ആണ് ഈ പറയുന്ന ഡിസ്മർജിങ്. അതായത് ഈശ്വരനും ഞാനും രണ്ടും രണ്ടാണ്, ദ്വൈതം. പിന്നെ ഈശ്വരനും ഞാൻ രണ്ടല്ല, പക്ഷെ ഞാൻ എന്നാ ഈശ്വരനും അല്ല. ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ റിലേഷൻഷിപ്പ് ഈശ്വരനായിട്ട് എനിക്കുണ്ട്. ഞാൻ ഒരു പെർട്ടിക്കുലർ എന്താ പറയുക എൻറ്റൈറ്റി ഹു ഈസ് ബ്ലെസ്ഡ് വിത്ത് ദ പവേഴ്സ് ഓഫ് ആക്ച്വലി റീച്ചിങ് ഔട്ട് ഗോഡ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പ്, അതാണ് വിശിഷ്ടാദ്വൈതം. ആൻഡ് അൾട്ടിമേറ്റ്ലി ഞാനും ഈശ്വരനും ഒന്ന് തന്നെയാണ് എന്നുള്ള ബോധം, യൂണിയൻ. ദാറ്റ് ഈസ് വാട്ട് ഈസ് അദ്വൈത. ആ ത്രിപുടിയില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു. അതായത് ഈശ്വര തത്വം തന്നെ ഞാനാണെന്നുള്ള ബോധത്തിലേക്ക് വരുന്ന ആ ഒരു ഫിലോസഫി, അതാണ് അദ്വൈതം. ഇപ്പൊ ഞാനത് ഫിലോസഫിക്കലായിട്ട് ദ്വൈതവും വിശിഷ്ടാദ്വൈതത്തിന്റെ കണക്ഷൻ പറഞ്ഞു. പിന്നെ മെഡിറ്റേറ്റർ ആൻഡ് മെഡിറ്റേഷൻ പ്രോസസ് എന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മൾ സാധാരണ എല്ലാവരും ഇന്റർപ്രറ്റ് ചെയ്യുന്ന സംഗതികളാണ്. പക്ഷെ പ്രാക്ടിക്കൽ ലെവലിലേക്ക് ഇത് ഗീത അപ്ലൈ ചെയ്യുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഞാൻ നേരത്തെ പറഞ്ഞ that the process of you becoming with what you are thinking and acting, എല്ലാം നമ്മുടെ ശക്തി, ഞാൻ എന്ന് പറയുന്ന സെൽഫ്, എന്റെ പ്രോസസ് ഓഫ് തിങ്കിങ് ആൻഡ് മൈ ആക്ഷൻസ് ഇൻ ദിസ് വേൾഡ്, ഇതെല്ലാം ഒന്ന് തന്നെയാണ്, സെൽഫാണ് എന്നുള്ള ബോധം. അപ്പോൾ എന്റെ ജോയ്സ് ഓഫ് ദ സെൽഫാണ് ഞാൻ എന്നുള്ള ബോധം. അപ്പൊ എന്റെ കംപ്ലീറ്റ് ചിന്തകൾ അതിലേക്ക് ആവുന്ന ബോധം. എന്നിട്ട് ഞാൻ അതിലേക്ക് വേണ്ടിയിട്ടുള്ള എന്റെ വഴി പ്രോസസ്സാണ് ദാറ്റ് ഡ്രൈവിംഗ് ടുവേർഡ്സ് ദാറ്റ് ലെവൽ. ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പെർഫെക്ഷൻ. അപ്പോ എത്തിച്ചേരുന്ന പോയിന്റാണ് പെർഫെക്ഷൻ, അതായത് പുരുഷോത്തമൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് 15ാം അധ്യായത്തിൽ സമ്മറൈസ് ചെയ്യുന്ന ഭഗവത്ഗീത. സോ ദ പവർ ഓഫ് ദ സെൽഫ് ട്രാൻസ്ഫോംസ് ഇൻ ടു മെറ്റബോളിസം, ഡൈജഷൻ, പവേഴ്സ് ഓഫ് ഡൈജഷൻ, പവേഴ്സ് ഓഫ് മെമ്മറി, നോളജ് ആൻഡ് റീസണിംഗ് ആയി മാറുന്നു സെൽഫ്. അപ്പൊ സെൽഫാണ് ബേസിക്കലി ദ സബ്ജക്ട്, ദ ഒറിജിനേറ്റർ ആൻഡ് ദ നോളജ്. ദ സബ്ജക്ട്, ദ ഒറിജിനേറ്റർ ആൻഡ് ദ നോളജ്, എല്ലാം സെൽഫാണ് എന്നുള്ള ബോധം. ഇതാണ് 15ാം അധ്യായത്തിൽ നമുക്ക് പറഞ്ഞു തന്നത് ത്രൂ ദ എക്സാം. അപ്പൊ അതിന്റെ ഒരു ഓവറോൾ പിക്ചറാണ്. ഐ നോ ഇറ്റ് ഈസ് എ ബിറ്റ് കോംപ്ലിക്കേറ്റഡ്, പക്ഷെ ഞാനൊന്ന് ഐ വിൽ ട്രൈ ടു എക്സ്പ്ലെയിൻ. അത് മനസ്സിൽ നിൽക്കാം എന്ന് വിചാരിക്കാം. ഇൻഫിനിറ്റ്, എന്റെ കഴ്സർ കാണാമല്ലോ അല്ലെ? ഇൻഫിനിറ്റ് became the universe, and the യൂണിവേഴ്സിന്റെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഞാൻ എന്റെ കോൺഷ്യസ്നെസ് ആയി മാറുകയാണ്. ആ പവർ ഇൻഫിനിറ്റ് എന്റെ പ്രജ്ഞായും. ദാറ്റ് പ്രജ്ഞ carries with it the every knowledge that this universe has is
എൻകാപ്സുലേറ്റഡ് ഇൻ ദാറ്റ് പ്രജ്ഞ. എൻകാപ്സുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതായത് ഈ പറയുന്ന യൂണിവേഴ്സിന്റെ ഉള്ളില് ഈ ഇൻഫിനിറ്റിനെ എൻകാപ്സുലേറ്റ് ചെയ്തേക്കാണ്. ആദ്യം ഇൻഫിനിറ്റ് ആണ്. ആ ഇൻഫിനിറ്റിൽ നിന്ന് ഇൻഫിനിറ്റ് നമുക്ക് പ്രപഞ്ചമായി മാറി, യൂണിവേഴ്സായി മാറി. അത് ദെയർഫോർ ആ പ്രപഞ്ചം എന്നിട്ട് അതിന്റെ ഇവോൾവ് ചെയ്യാൻ തുടങ്ങി, എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. ഇവോൾവിങ് ആൻഡ് എക്സ്പാൻഡിങ്, അതാണ് യൂണിവേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പാർട്ടിക്കിൾസും മറ്റേ എനർജി ഇതൊക്കെ വന്നു, എന്നിട്ട് ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക. ആൻഡ് ദേ ഓൾസോ സ്റ്റാർട്ടഡ് കോഎക്സിസ്റ്റൻസ് ആൻഡ് എക്സ്പാൻഷൻ എന്ന് പറയുന്ന രണ്ട് ശക്തികളായി മാറി. ഏത്? ഇൻഫിനിറ്റ്. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി, പുറമെ കാണപ്പെടുന്ന ലോകമായി മാറി. ഇതേ ഈ പറഞ്ഞ പ്രപഞ്ച ശക്തി മുഴുവനും ഉൾക്കൊള്ളുന്നതാണ് പ്രജ്ഞ എന്ന് പറയുന്നത്. എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള പ്രജ്ഞ, എന്റെ ബ്രെയിനിന്റെ ഉള്ളിലേക്ക് ഈ ശക്തികളെ ആവാഹിച്ചരിച്ച് പ്രജ്ഞയായി മാറുകയാണ് അത് ചെയ്യുന്നത്. ദിസ് പ്രജ്ഞ, ദിസ് കോൺഷ്യസ്നസ്, ദ റൂട്ട് ഓഫ് കോൺഷ്യസ്നസ്, അങ്ങനെയാണ് പറയുന്നത്. റൂട്ട് ഓഫ് കോൺഷ്യസ്നസ് ഈസ് റിയലി ടാപ്പിംഗ് ഇൻ ടു ദിസ് യൂണിവേഴ്സൽ എനർജീസ്, or it can be called as the encapsulation of the universe within me. That is the self. അതാണ് സെൽഫ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും ഇത് ഈ സെൽഫിന്റെ therefore അതാണ് കോൺഷ്യസ്നെസ് ആയിട്ട് ഭവിക്കുന്നതും. ഈ കോൺഷ്യസ്നെസ് ആക്ച്വലി is nothing but a spark of that existence which gives you the consciousness of existence. എനിക്ക് ആദ്യം തരുന്നത് ഞാൻ എന്നുള്ള ബോധമാണ്. അപ്പൊ ഞാൻ, I am existing, I am, therefore I am. And it is also the root of all knowledge that we can ever build. Conscious of the jnanam. എനിക്ക് എൻ്റെ conscious of my knowledge. And it is also happiness personified, bliss, the consciousness of happiness. ഇത് മൂന്നുമാണ് ഫണ്ടമെന്റലി ഈ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ കോൺഷ്യസ്നസ് ഓഫ് എക്സിസ്റ്റൻസ്, ഇറ്റ് ഈസ് ദ കോൺഷ്യസ്നസ് ഓഫ് നോളജ്, ആൻഡ് ഇറ്റ് ഈസ് ദ കോൺഷ്യസ്നസ് ഓഫ് ഹാപ്പിനെസ്. ഇതാണ് സത്യത്തിൽ പറഞ്ഞാൽ സത് ചിത് ആനന്ദം എന്ന് പറയുന്നത്. സച്ചിദാനന്ദമാണിത്. ഈ സച്ചിദാനന്ദം എന്ന് പറയുന്നത് എന്താ? ദാറ്റ് ഈസ് ദിസ് യൂണിവേഴ്സ് എൻകാപ്സുലേറ്റിംഗ് ദ ഇൻഫിനിറ്റ്. സച്ചിദാനന്ദം, പരബ്രഹ്മം, അതാണ് ഈശ്വരൻ യൂണിവേഴ്സായി ഭവിച്ചത്. പക്ഷെ ഈശ്വരന് ചില ക്വാളിറ്റീസ് വന്നു. ക്വാളിറ്റീസ്, അതായത് കണ്ടീഷൻഡ് സച്ചിദാനന്ദ, നിർഗുണം, ഇത് സഗുണം. നിർഗുണ ബ്രഹ്മം became the സഗുണ ബ്രഹ്മം. That സഗുണ ബ്രഹ്മം is right inside me as consciousness. പ്രജ്ഞയുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഇതിന് ഇനി എക്സ്പ്രസ് ചെയ്യാനായിട്ട് മീഡിയത്തിന്റെ കേപ്പബിലിറ്റീസ് വേണം, ഫിസിക്കൽ ആക്കണമെങ്കിൽ. അപ്പോ ഈഗോ ആൻഡ് ഇന്റലക്ട് എന്ന് പറയുന്ന സാധനം ആദ്യം ഏറ്റെടുത്തു. ഈഗോ വെച്ചാൽ ഞാൻ ഈ സാധനം മാത്രമാണെന്നുള്ള ചിന്ത ഈഗോ. ബുദ്ധി, ആദ്യം ബുദ്ധി, എന്നിട്ട് പറയുകയാണ് ഐ എക്സിസ്റ്റ്, ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നു. ഐ നോ, എനിക്കറിയാം. ഐ ആം ഹാപ്പി, ഞാൻ ഹാപ്പിയാണ് എന്നുള്ള ചിന്ത എനിക്ക് ഉണ്ടാക്കി തരുന്ന സാധനം ഇന്റലക്ട്. ഇവർക്ക് ഈ ഇന്റലക്ട് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നിട്ട് ഐ എക്സിസ്റ്റ്, ഐ നോ ആൻഡ് ഐ ആം ഹാപ്പി എന്ന് പറയുന്നത് എന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് സീപ്പ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് മനസ്സ്, പക്ഷെ മനസ്സ് എന്ത് പറ്റി? മനസ്സെന്ന് പറയുന്ന സാധനം ഈസ് കണക്റ്റഡ് ടു ദ സെൻസസ്. അതാണ് അവിടെ ശ്രോത്രം ചക്ഷു സ്പർശനം ച രസനം ഘ്രാണമേവച അധിഷ്ഠായ മനശ്ചായം എന്ന് പറഞ്ഞത്. ഈ സെൽഫ് രസനം അതെ, ശ്രോത്രം ചക്ഷു സ്പർശനം രസനം ഘ്രാണം അധിഷ്ഠായ മനഃ ച അയം. ഞാൻ മനസ്സും 5 സെൻസസുമായിട്ട് ചേർന്നുകൊണ്ട്, മനസ്സ് ചേരുമ്പോ എന്താ പറ്റുക? മനസ്സ് ഈ പറയുന്ന ഹാപ്പിനെസ്സിനൊക്കെ ചില കളേഴ്സ് കൊടുക്കാൻ തുടങ്ങും. എന്തൊക്കെയാണ്? ഇമോഷൻസ്, ഫീലിങ്സ്, ഡൗട്ട്സ്, ഇൻഡിസിഷൻസ്. മനസ്സിന്റെ ഫങ്ഷൻസ് ആണത്. മനസ്സിന്റെ ജോലി ചെയ്യും. ഇമോഷൻസ്, ഫീലിങ്സ്, ഡൗട്ട്സ്, ഇൻഡിസിഷൻ എന്നൊക്കെ പറയുന്ന സംഗതികളെ അങ്ങോട്ട് എടുത്ത് കലർത്തി അങ്ങോട്ട് വിടുകയാണ് ചെയ്യുന്നത് ഈ ശക്തിയിലേക്ക്. അപ്പൊ ശക്തി ഈ സാധനങ്ങളെയും കൊണ്ടാണ് പിന്നെ പുറത്തേക്ക് വരുന്നത്. ഇൻഡിസിഷൻസ്, ഫീലിങ്സ്, ഡൗട്ട്സ് അതൊക്കെ ആയിട്ട് വന്നു. എന്നിട്ട് സെൻസസ് ആൻഡ് ബോഡിയിൽ വരുമ്പോഴോ അവരുടെ പവേഴ്സ് ഉണ്ട്. സെൻസേഷൻസ്, പ്ലഷറബിൾ സെൻസേഷൻസ് ഒക്കെയാണ്. അപ്പൊ അത് പ്ലഷേഴ്സ് ആയിട്ട് പുറത്തേക്ക് വരുന്നു. ആൻഡ് ഇറ്റ് ബിക്കംസ് യുവർ വേൾഡ് കംപ്ലീറ്റ്ലി കണ്ടീഷൻഡ് ബൈ ദ സെൻസസ് ആൻഡ് ദ ബോഡി ആൻഡ് ദ മൈൻഡ്. ശ്രോത്ര ചക്ഷു സ്പർശനം ച രസനം ഘ്രാണമേവച അധിഷ്ഠായ മനശ്ചായം വിഷയാൻ ഉപസേവതേ എന്ന് ഈ ചാപ്റ്ററിൽ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ എന്റെ സെൽഫ് എന്ന് പറയുന്ന ആള് ഈ മനസ്സും ബുദ്ധിയും കണ്ടീഷൻ ചെയ്ത് പിന്നെ സെൻസസും മൈൻഡുമായിട്ട് കൂടിച്ചേർന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ സെൽഫ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഉള്ളിൽ. അൾട്ടിമേറ്റ്ലി ദ സെൽഫ്, ദ പ്രജ്ഞ ആസ് ദ ഇൻഫിനിറ്റ് ആത്മൻ
He is expressing through your senses and the body. ആക്ഷൻസ് ആയിട്ട് പുറത്തേക്ക് വരുന്നു. ദിസ് ഈസ് വാട്ട്. അപ്പൊ ഇതിന്റെ ഒരു വേദാന്ത ഇംപ്ലിക്കേഷൻസ് ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്. ഐ വിൽ ജസ്റ്റ് റീഡ് ഇറ്റ് ഔട്ട് ആൻഡ് വിൽ നോട്ട് ഗോ ഇൻ ടു ഡീപ് ലെവൽസ്. ദ മോണോലിത്തിക് കോൺഷ്യസ്നെസ്, ഒറ്റ കോൺഷ്യസ്നെസ് ആണ്, അതിന് സ്പ്ലിറ്റ് ഇല്ല. അങ്ങനെ ഒരു വൺ സിംഗിൾ, ദ വൺ. കാരണം ദി ഇൻഫിനിറ്റി ഈസ് വൺ. ബ്രഹ്മം, ആ ബ്രഹ്മമാണ് എൻ്റെ ഉള്ളിൽ ആത്മനായിട്ടിരിക്കുന്നത്, ദ വൺ. wherein lies the potential for infinite existence, knowledge and happiness. അത് ആദ്യം തന്നെ എൻ്റെ ഉള്ളിൽ അങ്ങോട്ട് പ്രകാശിക്കും. ആ വെളിച്ചമാണ് ഏറ്റവും നമ്മളുടെ അവയർനെസ് എന്ന് പറയുന്ന കോൺഷ്യസ്നെസ്സിനെക്കാട്ടിലേക്ക് എത്രയോ വെളിച്ചമുള്ള വെളിച്ചമാണത്. പക്ഷെ നമുക്കത് അനുഭവിക്കാൻ സാധിക്കാത്തത് ഇറ്റ് ഈസ് ബിക്കോസ് then we get imprisoned in this jail of intellect, mind and the senses. Existence gets limited, knowledge gets limited, happiness gets limited. അപ്പൊ ബ്ലിസ്, സച്ചിത് ആനന്ദം, മൈ എക്സിസ്റ്റൻസ് ഇൻഫിനിറ്റ് ആണ്. ഐ എം ഇൻഫിനിറ്റ്ലി, ഐ നെവർ ഡൈഡ്, ഐ വാസ് നെവർ ബോൺ, ഐ ആം ഇൻഫിനിറ്റ് എക്സിസ്റ്റൻസ്, ഐ ആം എറ്റേണൽ. ബട്ട് the moment I get captured in the body, I have a birth date and I will possibly have a death date also. And I am growing, decaying, growing and then decaying. Existence gets limited. Knowledge gets limited. എല്ലാം എനിക്കറിയാം, പക്ഷെ the moment I come out, I don't know anything. Then I have to learn, start thinking, reflecting, learning. I get limited. The process of learning starts then. അതായത് the process of learning that I am the infinite, I know everything. അത് നമ്മളെ തുടങ്ങുകയാണ് ആദ്യം മുതൽ മെറ്റീരിയൽ ആയിട്ടുള്ള നോളജ് ഒക്കെ ഗ്യാദർ ചെയ്ത് പഠിച്ച് അങ്ങനെ വാല്യൂ സിസ്റ്റംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മൾ മേപ്പോട്ട് കയറണം. ഹാപ്പിനെസ് ഗെറ്റ്സ് ലിമിറ്റഡ്. എന്റെ ഹാപ്പിനെസ് ലിമിറ്റഡ് ആവുകയാണ്. എന്റെ മനസ്സ്, ബുദ്ധി, ശരീരം, അതിന്റെ സുഖങ്ങൾ, അതെല്ലാം അതിനേക്കാട്ടിലും ഉപരിയായിട്ടൊരു ശക്തിയുണ്ട്, ഒരു സന്തോഷമുണ്ട്. ഞാനും ആ സന്തോഷത്തിലേക്കുള്ള എന്റെ പ്രയാണം. ദാറ്റ് ഈസ് എവല്യൂഷൻ. The evolution to the knowledge that I am infinite in existence. The evolution to the knowledge that my knowledge is not limited, I am infinite. The evolution to the happiness that I am bliss എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോകുന്ന ഒരു പ്രോസസ്. അതാണ് നമുക്ക് വേണ്ടത്. Because these are limiting us and the sensations get limited by the sense. എന്റെ കണ്ണിന് നേരെയുള്ളത് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ചെവിക്ക് കുറെ ഒരു ദൂരത്തിന്റെ ഉള്ളിലുള്ള മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ, ചില ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അല്ലെ, നമ്മുടെ എല്ലാ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല, ഒക്കെ ലിമിറ്റഡ്. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഐ സെൽഫ് കനോട്ട് ഹിയർ, ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് മൈ ഇയർ ഈസ് ഡിസൈൻഡ് ലൈക്ക് ദാറ്റ്. ആക്ഷൻസ് ഗെറ്റ് ലിമിറ്റഡ് ബൈ ദ സ്ട്രെങ്ത് ഓഫ് ആൻഡ് ദ സ്കിൽസ് ഓഫ് ദ ബോഡി. എന്റെ സ്കിൽസും എന്റെ സ്ട്രെങ്ത്തും കൊണ്ട് ലിമിറ്റഡ് ആയി. അപ്പൊ എന്റെ സ്കിൽസിനെ എനിക്ക് ഉയർത്താൻ പറ്റണം, ശക്തികളെ കൂട്ടാൻ പറ്റണം എന്നൊക്കെയുള്ള ബോധം എനിക്ക് സെൽഫിനെ പറ്റി ഉണ്ടെങ്കിൽ ഉണ്ടാവും. അതാണ് ദിസ് ഈസ് ദ പ്രോസസ്. ഇതാണ് സത്യത്തില് ഞാൻ എന്ന് പറയുന്ന സാധനം ഇവിടുന്ന് ഞാനാണിത്, പക്ഷെ ഇതായി മാറും, ലിമിറ്റഡ് ആയി മാറും. ഇതിന് വേറൊരു ഉപനിഷത്തുകളില് ഇതിന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ട്. ഇതാണ് എന്റെ കോൺഷ്യസ്നെസിന്റെ സ്റ്റേറ്റുകളാണ് ഇതൊക്കെ. പ്രാജ്ഞ, എന്റെ മനസ്സ്, ബുദ്ധിയുടെ തൈജസ. ദിസ് ഈസ് ദ വൺ വിച്ച് പവേഴ്സ് ദ വിശ്വ, മൈ വേൾഡ്. വിശ്വം, പുറമേയുള്ള വേൾഡ്. മൈ വിശ്വ is powered by Taijasva, is powered by my Prajna. And this Prajna is powered by what? The infinite. അതുകൊണ്ടാണ് ഞാൻ ബ്ലൂ ആയിട്ട് തന്നെ കാണിച്ചേക്കണം പ്രാജ്ഞയ്ക്ക്. കാരണം ഇൻഫിനിറ്റ് തന്നെയാണ് ഞാൻ പ്രാജ്ഞ എന്ന് പറയുന്നത്. പക്ഷെ പ്രാജ്ഞ ഗെറ്റ്സ് നൗ കണ്ടീഷൻഡ് ആസ് Taijasa, my powers of എന്താ പറയുക, imagination, aspirations, hope, etc. And then that inspiration, hope and aspirations gets translated into thoughts, into actions in the way and create my world, വിശ്വമായിട്ട് മാറും. അപ്പൊ പ്രാജ്ഞ, തൈജസ, വിശ്വം എന്ന് പറയുന്ന 3 കണ്ടീഷൻസ് ഓഫ് മൈ കോൺഷ്യസ്നസ്. ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് വേദാന്തത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഉപനിഷത്തുകളിൽ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ ട്രാൻസ്ലേഷനാണ് ഈ പറഞ്ഞത്. സോ ദ പിക്ചർ ഈസ് സംതിങ് ലൈക്ക് ദിസ്. The self empowering the ego and intellect, then empowering the Panchabuddha based body, earth, water, air, fire, space body. എങ്ങനെയാണ് അത് ചെയ്യണത്? ത്രൂ ദ പഞ്ചപ്രാണാസ്, പ്രാണാപാന, ഉപാന, ഉദാന ആൻഡ് സമാന, ആൻഡ് ജ്ഞാനേന്ദ്രിയ, സെൻസ് ഓഫ് ഹിയറിംഗ്, സെൻസിങ്, ടെസ്റ്റിംഗ്, സീയിങ്, സ്മെല്ലിംഗ്, ഇതിനെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് എന്റെ പഞ്ചഭൂതത്തിൽ അധിഷ്ഠിതമായ ശരീരത്തിലേക്ക് കടന്നു വന്ന് എന്നെ അതിനെ ഉത്തേജിപ്പിച്ച പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും കർമ്മേന്ദ്രിയങ്ങളിലൂടെയും എന്നെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു. ഇതാണ് ദിസ് ഈസ് ദി
വേദാന്തിക് അനാറ്റമി ഓഫ് ദ ഹ്യൂമൻ ബീങ്. വേദാന്ത അനാറ്റമി. ഇപ്പൊ നമ്മള് മെഡിക്കൽ സയൻസിൽ പഠിക്കുന്ന അനാറ്റമി അതൊന്ന് വേറെ, ഇത് വേദാന്തത്തിന്റെ അനാറ്റമിയാണ്. ആൻഡ് ആ വേദാന്തത്തിലത്തെ അനാറ്റമിയാണ് സത്യം. സെൽഫാണ് അതിനെ എനർജൈസ് ചെയ്ത് അതിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന കറണ്ട് ആൻഡ് മേക്സ് us thoughtful and the thoughts translating into actions. This is the way the whole process works. ഇത് ചിത്രീകരിച്ചിരിക്കുന്ന ആ സെൽഫ് പുറത്തേക്ക് താഴേക്ക് ഇറങ്ങി വന്ന് it has to kill the ego first, and it has to subdue your extreme emotions, and it has to restrain your intellect and make you identify with the self. That is the process. അപ്പൊ ഒന്നുകൂടെ കാണിക്കാം. The self needs to come down. സെൽഫ് കൃഷ്ണന്റെ അവതാരങ്ങളായി വന്ന് അവതാരം, ദാറ്റ് ഡിസെൻഡിങ് ഡൗൺ into your intellect, mind and the body, so that it will kill the ego, subdue the extreme emotions, restrain the pleasures and identify with the self എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് നമ്മൾ എത്തിച്ചേർക്കണം. That is what Gita was teaching. This is the path to perfection. What is the path to perfection? Therefore, the path to perfection is to kill the ego, subdue extreme emotions, restrain your pleasure-seeking tendencies, and help you to identify with the self. Thus, identify with the self and to reach the state of perfection. 4 step process ആണ്. Kill ego, subdue extreme emotions, restrain pleasures, and identify the self. അപ്പോ kill ego അതിനുള്ള വഴി എന്താണ്? കർമ്മയോഗം. Subdue extreme emotions അതിനുള്ള വഴി എന്താണ്? ഭക്തിയോഗം. Restrain the pleasures അതിനുള്ള വഴി എന്താണ്? ജ്ഞാനയോഗം. അപ്പൊ കർമ്മം, ഭക്തി, ജ്ഞാനത്തിലൂടെ what is the result? മോക്ഷം. Identify with the self. This is what Gita is all about. And that is the reason why we have this picturization. The picturization of the Arjuna being directed and controlled by the subtle intellect of Krishna, such that all the Panchendriyas are reined in. കുതിരകൾ അതിനെയെല്ലാം വലിച്ച് നിർത്തിക്കൊണ്ട് കർമ്മേന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളെയാണ് അത് കാണിക്കുന്നത്. അത് എന്നിട്ട് മുമ്പോട്ടുള്ള ആക്ഷൻസ് ആയിട്ട് മാറുക. ദിസ് ഈസ് ദ പിക്ചറൈസേഷൻ ഓഫ് ദ ഭഗവത്ഗീത. ഓക്കെ, സോ ഇനി ലാസ്റ്റ് 3 ശ്ലോകങ്ങളിൽ പറയുന്ന ഒന്നും കൂടി സമറൈസ് ചെയ്യുന്നുണ്ട്. ഒന്നും കൂടി ഈ പിക്ചറിനെ സമറൈസ് ചെയ്യുന്നുണ്ട്. സച്ചിദാനന്ദമായിട്ടുള്ള ആ ബ്രഹ്മം, അത് ഇനി സ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് സ്കെയിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്? ഒന്ന് മാക്രോ, സമഷ്ടി, ഒന്ന് മറ്റത് മൈക്രോ, വെഷ്ടി. മാക്രോയിലും വെഷ്ടിയിൽ, സമഷ്ടിയിലും വെഷ്ടിയിലും കാണുന്നത് എങ്ങനെയാണ്? അതായത് പുറമെ യൂണിവേഴ്സ് തന്നെയാണ്, എൻ്റെ ഉള്ളിലുണ്ട് യൂണിവേഴ്സ്. അത് എൻ്റെ ഉള്ളിലത്തെ യൂണിവേഴ്സാണ് ഞാൻ, അത് വെഷ്ടി പ്രപഞ്ചം. പുറമേയുള്ള പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ, അത് സമഷ്ടി പ്രപഞ്ചം. അപ്പോ ആ മാക്രോകോസത്തിൽ തന്നെ 2 വിധത്തിലുണ്ട്. ഒന്ന് അൺക്വാളിഫൈഡ്, അത് ബ്രഹ്മൻ, അത് ക്വാളിറ്റി നിർഗുണം ബ്രഹ്മൻ. പിന്നെ സഗുണം ഈശ്വരൻ, ക്വാളിഫൈഡ് ഈശ്വര, അതിനെ ഈശ്വര എന്ന് വിളിക്കുന്നു. നിർഗുണത്തിനെ ബ്രഹ്മം എന്ന് വിളിക്കുന്നു, ആൻഡ് സഗുണത്തിന് ഈശ്വരൻ എന്ന് പറയുന്നു മാക്രോകോസത്തിൽ. അപ്പോ അത് അതേമാതിരി തന്നെ നമ്മുടെ ഉള്ളില് ബ്രഹ്മം, ഈശ്വരൻ എങ്ങനെ വരുന്നത്? എൻ്റെ ഉള്ളില് ബ്രഹ്മം എന്ന് പറയുന്നത് ആത്മാവാണ്. എൻ്റെ ആത്മാവാണ് ബ്രഹ്മം എന്ന് പറയുന്നത്, എൻ്റെ ബ്രഹ്മത്തിന്റെ ഇക്വാലന്റ്. അത് പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ആയിട്ട് മനസ്സുമായിട്ട് ചേർന്ന് കിടക്കുന്ന ക്ഷേത്രജ്ഞനായി മാറുന്നു ജീവൻ. ദാറ്റ് ഈസ് ജീവ. ക്ഷേത്രജ്ഞൻ ഈസ് ജീവ. ആത്മാ ഈസ് ബ്രഹ്മൻ, ക്ഷേത്രജ്ഞൻ ഈസ് ജീവ ആയി മാറും. അപ്പൊ അതിന്റെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവോടെ പുറത്ത് ഇഫക്ട് കാണിച്ചിട്ടുണ്ട്. ഒന്ന് ബ്രഹ്മൻ, യൂണിഫൈഡ് എനർജി, വിച്ച് ഈസ് സംതിങ് വിച്ച് വി ആർ സ്റ്റിൽ എക്സ്പ്ലോറിംഗ്. യൂണിവേഴ്സൽ എനർജീസ് ഓർ ബേസിക് ഫോഴ്സസ് ഓഫ് നേച്ചർ ആൻഡ് ഓൾ ദ സബ്സിക്വന്റ് എനർജി ട്രാൻസ്ഫോർമേഷൻസ്, ഡിഫറൻഷിയേഷൻസ്. ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ കോൺഷ്യസ്നെസ്സും, പിന്നെ ജീവൻ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ എനർജീസ് ഓഫ് വൈറ്റൽ, മെന്റൽ ഇന്റലക്ച്വൽ കേപ്പബിലിറ്റീസ് ആൻഡ് ടെൻഡൻസീസ് ആയിട്ട് മാറുന്നു. അപ്പൊ ദിസ് ഈസ് ഹൗ ദാറ്റ് സച്ചിദാനന്ദം എന്റെ പുറമെ പ്രകാശിക്കുന്നത്. സച്ചിദാനന്ദം സമഷ്ടിയില് യൂണിവേഴ്സൽ എനർജീസ് ആയിട്ടും വെഷ്ടിയില് എന്റെ കോൺഷ്യസ്നെസ് ആയിട്ടും ഫിസിക്കൽ എനർജീസ് ആയിട്ടും മാറുന്നു എന്നാണ് ഇപ്പൊ ഗീതയിൽ 15-ാം അധ്യായത്തിൽ പറഞ്ഞു വെച്ചത്, അല്ലെ? വൈശ്വാനൊക്കെ ആയി മാറുന്നു എന്ന് പറയും. ഗാമാവിശ്ചിത ഭൂതാനി എന്നൊക്കെ പറയുന്ന ശ്ലോകങ്ങളിൽ ആ പറഞ്ഞിരിക്കുന്ന ആളാണ്. സോ അപ്പൊ
പിന്നീട് ഇതിൽ അവന് അവസാനിക്കണത് എങ്ങനെയാന്ന് വെച്ചാല് ഇത് നമ്മള് ജീവനാണ്, പെരിഷബിൾ ജീവ ആൻഡ് ഇമ്പരിഷബിൾ ആത്മാവാണ്. ഇമ്പരിഷബിൾ ആയിട്ടുള്ള ആത്മാവ് അതിനെക്കാട്ടിലും ഒക്കെ മുകളിലുള്ള സംഗതിയാണ് നമ്മള് ഈശ്വരൻ. നമ്മളുടെ ജഗത്ത്, ജാഗ്രത, സ്വപ്ന, സുഷുപ്തിയിലെല്ലാം നമ്മളെ എനർജി തന്ന് ജീവിപ്പിക്കുന്ന ആ ശക്തി, ഈശ്വരശക്തി പരമാത്മാവായിട്ടിരിക്കുന്നു. ഈശ്വരൻ എന്ന് പറയുന്നതിനെ അതിനൊക്കെ ഉപരിയായിട്ട് ദിസ് basically what is called as the infinite പുരുഷോത്തമൻ. എല്ലാം ഇൻഫിനിറ്റ് ആയിട്ടുള്ള എല്ലാം ഉൾക്കൊള്ളുന്ന ഇരിക്കുന്നു. ഞാൻ ഇങ്ങനെയാണ് സെൽഫ് പുറമെ പ്രകാശിക്കുന്നത്. അപ്പൊ സെൽഫ് ഈസ് ആക്ച്വലി ആസ് ദ ഇൻഫിനിറ്റ്, സെൽഫ് ദ ഇൻഫിനിറ്റ്, ദ സെൽഫ് ആസ് ദ ഗ്ലോബൽ ആൻഡ് ദ സെൽഫ് ആസ് ദ ഇൻഡിവിജ്വൽ. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. Only that in a physical body it is showing as individual. In the universe it is global Ishvara, and in the infinite Brahman ആയിട്ട് വർത്തിക്കുന്നു. 3 ലെവലിൽ വർത്തിക്കുക. സോ ഹ്യൂമൻ തിങ്കിങ് ദാറ്റ് ഈസ് റൂട്ടഡ് ഇൻ യജ്ഞ, ത്യാഗ, സമർപ്പണ, പ്രസാദ ഭാവാസ്, കർമ്മയോഗം, കോപ്പറേഷൻ, സാക്രിഫൈസ്, ഡെഡിക്കേഷൻ ആൻഡ് അബണ്ടൻസ് ഈസ് ദി എവല്യൂഷണറി പാത്ത്. ഉത്തരായണം. These bhavas inherit the universal intelligence of coexistence and expansion. നേരത്തെ പറഞ്ഞല്ലോ, coexistence and expansion എന്ന് പറയുന്ന ആ പ്രപഞ്ചശക്തി, അതിനെ ഉൾക്കൊള്ളുന്ന ഭാവങ്ങളാണ് പ്രപഞ്ചത്തെ. കോഎക്സിസ്റ്റൻസ് ആൻഡ് എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഈശ്വരഭാവം, അതാണ് യൂണിവേഴ്സിൽ നിലനിർത്തുന്നതെന്ന് പറഞ്ഞു. ഇന്റലിജൻസ്, യൂണിവേഴ്സൽ ഇന്റലിജൻസ് ദാറ്റ് ഈസ് മെയിൻറ്റെയിനിങ് ദിസ് യൂണിവേഴ്സ്, ഈശ്വരത്വം. That coexistence and expansion therefore translated into the attitudes are the bhavas. This differentiated intelligence inherits from the infinite, that is the basis for all, the one existence, and this is complete in all aspects. And the human aspirations, thoughts and actions are rooted in the right bhavas are still perishable. Manushinte idilulla perishable aayittullana ennu naashokke undu. The principles of coexistence and expansion that form the underlying basis of these bhavas, ഈ ഭാവങ്ങൾ, യജ്ഞത്യാഗ, സമർപ്പണ, പ്രസാദഭാവം എന്നൊക്കെ പറയുന്നത് മനുഷ്യന്റെ മനസ്സിൽ കൂടെ വരുന്നതാണ്. അത് മനുഷ്യന്റെ മനസ്സ് പോകുമ്പോൾ അത് പോകും. പക്ഷെ ഇതിന് ശക്തി നൽകിയ പവേഴ്സ് ഏതാണ്? കോഎക്സിസ്റ്റൻസ് ആൻഡ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ പവേഴ്സ് ആണ്, വിച്ച് മേക്ക് ഫോർ ദ സസ്റ്റൈനബിൾ യൂണിവേഴ്സ്. ആൻഡ് ദ ഇൻഫിനിറ്റ് ഈസ് ബിയോണ്ട് ഓൾ ദിസ് ആൻഡ് ഈസ് ദ ബേസിസ് ഫോർ ഓൾ ദാറ്റ് ഈസ് പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. അതാണ് ബ്രഹ്മം, ദ പെർഫെക്റ്റ്. അതിനെയാണ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ഇംപെറിഷബിൾ, ഇറ്റ് ഈസ് ദ പെർഫെക്റ്റ്. Conclusion. The trajectory of life's evolution is beautifully captured by this inverted tree of life. When our aspirations, thoughts, and actions are rooted in right attitudes, fueled by supreme motivations, it results in inspired living. It is then that each of us evolve into the frame of mind that is rooted in togetherness, inclusiveness, and sustainability. Such is the power of these universal drivers that it helps in leaving behind a legacy that is a true reflection of infinity. അപ്പൊ ഇങ്ങനത്തെ ഒരു ജീവിതം സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫിനിറ്റ്യൂഡിലേക്ക് നമ്മളെ എത്തിച്ചേരാൻ സഹായിക്കും. അതിന്റെ ഒരു പ്രാക്ടിക്കൽ വശവും കൂടി കണ്ടുകൊണ്ട് we will stop. ബേസിക്കലി നമുക്കതിന്റെ പ്രാക്ടിക്കൽ ലെവലിൽ ഇത് ഈ പറയുന്ന ജീവൻ, ഈ ജീവൻ ആത്മാവ്, ഈശ്വര ബ്രഹ്മം എന്ന് പറയുന്ന ആ പെർഫെക്റ്റ് സ്റ്റേറ്റ്, പുരുഷോത്തമൻ, ഇൻഫിനിറ്റ്, അതിന്റെ നോക്കാം പാത്ത് ടു പെർഫെക്ഷൻ. From perishable to sustainable, path to perfection. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിച്ച് വെക്കാം. ഫ്രം ദ പെരിഷബിൾ ടു ദ സസ്റ്റൈനബിൾ ആവണം, അല്ലെ? ലാസ്റ്റിംഗ് ആവുന്നത്ര ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത് നല്ല വിധത്തില് സസ്റ്റൈനബിൾ ആൻഡ് സസ്റ്റൈനബിലിറ്റിയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സസ്റ്റൈനബിലിറ്റിയിൽ നിന്ന് ഗ്ലോബലൈസേഷനിൽ നിന്ന് ഗ്ലോബൽ ടു ഇൻഫിനിറ്റ് ലെഗസി എന്ന് പറയുന്ന ഒരു പ്രക്രിയ, ഒരു പ്രോസസ്സാണ്. നമുക്ക് പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യുമ്പോൾ യു ക്യാൻ അപ്ലൈ ദിസ് പ്രാക്ടീസ്. ഐ മീൻ ഇത് മാപ്പ് ചെയ്ത് നമുക്ക് ജോലി സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡിസൈനിൽ, പ്രൊജക്ട് മാനേജ്മെന്റിൽ, എവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ നമുക്ക് ചെയ്യാം. ഫ്രം പെരിഷബിൾ ടു സസ്റ്റൈനബിൾ, ഫ്രം സസ്റ്റൈനബിൾ ടു ഗ്ലോബൽ ആൻഡ് ഗ്ലോബൽ ടു ഇൻഫിനിറ്റ്. ദാറ്റ് ഈസ് ദ പാത്ത് ഓഫ് പെർഫെക്ഷൻ. അപ്പോൾ ടേക്കിംഗ് ദ ഇനീഷ്യേറ്റീവ്സ്. അപ്പോൾ അതിനിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് എല്ലാവരും നമുക്ക് ഇനീഷ്യേറ്റീവ് എടുക്കണം, എന്നാലേ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും. എന്താണ് ഈ ഇനീഷ്യേറ്റീവ് എടുക്കൽ? ഫിസിക്കൽ ആയിട്ടുള്ള സക്സസ് സ്ട്രാറ്റജിയാണ് ഇനീഷ്യേറ്റീവ്. യു ഹാവ് ടു ടേക്ക് ഇനീഷ്യേറ്റീവ്സ് ഇൻ ലൈഫ് ആസ് വെൽ ആസ് ഇൻ പ്രൊഫഷൻസ്. അപ്പൊ അത് ഡൂയിങ്, അത് വാട്ട് ഡു യു മീൻ ബൈ ടേക്കിംഗ് ഇനീഷ്യേറ്റീവ്സ്? ഡൂയിങ് തിങ്സ് ടു ഗെറ്റ് ദ ബെനിഫിറ്റ് ഫോർ വൺ സെൽഫ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി പല വിധത്തിൽ നമുക്ക് നോക്കാം. ഡൂയിങ് തിങ്സ് ടു ഗെറ്റ് ബെനിഫിറ്റ് ഫോർ വൺ സെൽഫ്,
doing things to outsmart others, and doing things to gain prominence and power. That is one stage. One level. At the level of doing things to make team organization to heights. Doing things to benefit team, colleagues, and organizations, or product or project. Or doing things to create an enduring value to organization and self. That's the next level. In the highest level, doing things to take knowledge processes to perfection. Doing things to advance knowledge. And doing things to uplift, enhance human and environmental needs. This is the highest. Definitely this is higher. That is the actually, this is being individual. This is being individual. Limited hour. This is being global. Ishwar hour. And this is being infinite. Brahma hour. That is what it is. It is all about initiative. Initiative professionally selfish. Individual initiative. Global, expanding that reach. And expanding it to infinity. Brahma. Now, initiative is success strategy. Varum Jeevanaitum, Ishwaranaitum, Brahma. So I can become the Brahma of taking initiative, Brahma of taking initiatives. First by becoming the Ishwara, the God of initiatives. And initially, even if you are in the state of selfish jiva, individualized teamwork, self-management, communication strategies. Oro strategies, leadership, followership. Strategies map from individual to global to infinite. From individual to global to infinite. The process is that of perfection. That infinitude. And this is basically what Bhagavad Gita is teaching us, to become infinite. With that, I will stop. And we will discuss and have Anandji also talk about his impressions. But before that, let me just... Anandji, Mike. This 15th chapter is actually, it was really confusing for me about that first sloka. I was never able to imagine that roots of, is it possible to show that Pratnya, you showed that this one, the third previous one. Yeah. No. Yeah, this one. Yeah. I think this explains the first sloka. Yes. Right? Yes. That roots actually, we are mistaking as a tree. Actually, it is not the tree. Now it gives very clear picture for me. Say, for example, the root is infinite here. Right. The whole universe is supported at the infinite. Yep. At the self. Yes. And this Ashwath means, in Sanskrit, it is every day it is changing. Ashwath. It is changing. Non-Shashwatam. Yeah, non-Shashwatam. Ashwata. So it is always this one, and also the characteristic of the Ashwath tree, it expands in all the directions and it is everlasting. For a long time it stays. Yeah. It is today, this picture
I think instead of giving the tree, I think this, if you give near to that tree, it will give a. See, today only it struck me. What exactly? That is Thank you very much. what is intended actually. കാരണം ഇത് ആദ്യം എടുത്ത് കാണിച്ചാൽ എല്ലാവരും ഓടിപ്പോകും ചിലപ്പോ. അല്ല, ഇത് ക്ലിയർ ആയിട്ട് വരുന്നു. റൈറ്റ്. ഇത് ഈ ഡയഗ്രാം ഉണ്ടല്ലോ, ഈ ഡയഗ്രാം ഒരു 90 ഡിഗ്രീസ് ഇങ്ങനെ തിരിക്കുക. അപ്പൊ ട്രീ ആയി, റൂട്ട് അറ്റ് ദ ടോപ്പ്. വളരെ, this gives a, otherwise, that root on the top, it was not giving any meaning, അതൊന്നും ഒരു മീനിങ് കിട്ടുന്നില്ല. അപ്പൊ താഴെ നോക്കുമ്പോ കർമാനു ബന്ധീനി മനുഷ്യലോകെ, കറക്റ്റ് ആയില്ലേ? തിരിച്ചു വെച്ച് കഴിഞ്ഞാല് അതെ. പിന്നെ അധസ്ഥ ഊർദ്ധം പ്രസൃത സസ്യശാഖ ഗുണ, അതായത് മൈൻഡ്, അത് താഴേക്കും മുകളിലേക്കും ഒക്കെ ബ്രാഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ താഴേക്കും കൊണ്ടുപോകും, നമ്മളെ മുകളിലേക്കും കൊണ്ടുപോകും. ആക്ച്വലി അത് രണ്ടും ഒന്നിച്ചിടണം. വളരെ ക്ലിയർ ആയിട്ടുണ്ട്. താങ്ക്സ്. ഐ വാസ് ടോട്ടലി കൺഫ്യൂസ്ഡ് ടിൽ നൗ. പിന്നെ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് us are confused about this word selflessness. Because people think selflessness has got a different meaning. അതൊന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരുന്നു. അതെ. അത് ഒന്നുകൂടെ പറയാം. നമുക്ക് ഇനി 2-3 ചാപ്റ്റർ കൂടെ ഉണ്ടല്ലോ, തീർക്കാം. ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും അടുത്ത മാസം നമ്മൾ വിൽ കവർ ദേവാസുര സമ്പത്ത് വിഭാഗവും പിന്നെ മറ്റേ 16ഉം 17 രണ്ടും കൂടെ ഒരുമിച്ച് തീർക്കാം. സോ ഐ തിങ്ക് ഇഫ് ദർ ഈസ് anything that anyone wants to ask can, otherwise we will meet next month. Anuji, mic muted ആണ്. ഞാനൊന്നും മിണ്ടുന്നില്ലല്ലേ, ഞാൻ ചിരിച്ചോണ്ടിരിക്കുക. ആരും ഒന്നും ചോദിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞോണ്ടിരിക്കുക. എനിക്ക് മാത്രമല്ലേ ഡൗട്ട് വരുന്നുള്ളൂ. ഇത് ഗ്രഹിക്കാൻ തന്നെ കുറച്ച് സമയം എടുക്കും. The Prajna, Taijasa and Vishwanara. That has always been so very impactful, where Sir used to say the other day, the previous class, how Prajna is the only thing that is there when you are in deep sleep. Deep sleep state prajna matram undavunnu. I don't know how exactly should I frame this, or I should have clarity on this. Prajnayana namakku ariyendathu. So how meditation, when you are prajna is tied to the perception centers and creates the world. Vishwanaram നായി മാറുന്നു. അപ്പോ how meditation helps you to just take you inward and realize the prajna എന്നുള്ള ആ പ്രോസസ് ഇല്ലേ, inward from the world to prajna എന്നുള്ള ആ പ്രോസസ്, how exactly does it happen is still I don't know whether I'm right to talk about this, but does that happen? Or does that that energy inward ആയിട്ട് നമ്മൾക്ക് മനസ്സിലാവുന്നു എന്നുള്ള, it's still wondering. I'm still wondering how exactly that happens. അത് ആക്ച്വലി നമ്മളിപ്പോ ഒരു പ്രാക്ടിക്കൽ ലെവലിലാണ് ഞാൻ പറയുന്നത്. നമ്മൾ മറ്റേ ഒരു റിലീജിയസ് ആയി അല്ല, സ്പിരിച്വൽ ആയിട്ട് ഇങ്ങനെ മെഡിറ്റേഷൻ ആ പ്രോസസ്സിലേക്ക് പോകണ്ട, അത് വേറെ. ദാറ്റ് ഈസ് ഓൾസോ അനദർ പ്രോസസ്, സ്പിരിച്വൽ പ്രോസസ്. ഇവിടെ പ്രോസസ്സിൽ ഇപ്പൊ നമ്മള് ചില സമയത്ത് നമ്മൾ ചില സംഗതികൾ ചെയ്യുമ്പോൾ വളരെ നന്നായിട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് അതില് അങ്ങനെ വ്യാപൃതനായിട്ടിരുന്ന് പിന്നെ തിരിച്ചു വരുമ്പോൾ നമുക്ക് സ്ഥലകാല ചിന്തകളില്ലാത്തൊരവസ്ഥ ഉണ്ടായി എന്ന് നമുക്ക് തോന്നാറില്ലേ?
അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? അതായത് സംതിങ് മനസ്സിലായി, അത് ഉണ്ടായിട്ടുണ്ട്. അത് ആ സ്ഥലകാല ചിന്ത ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി അതൊക്കെ ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് നോ ടൈം വെന്റ്, ഹൗ ടൈം വെന്റ് എന്നൊക്കെ, അല്ലെങ്കിൽ ഇത് എത്ര ഇത് ചെയ്തു കഴിഞ്ഞോ, എനിക്കൊരു ക്ഷീണവും തോന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ നമുക്കത് അനുഭവിച്ചതായിട്ട് പിന്നീട് പറയാൻ പറ്റില്ല. അനുഭവിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. ആ അനുഭവിക്കുമ്പോൾ ശ്രദ്ധിക്കാണ്ടിരിക്കുന്ന അവസ്ഥയാണ് പ്രാജ്ഞാന സ്റ്റേറ്റ്. ഇത് ഉറക്കത്തിലുണ്ട്. ഉറക്കത്തില് നമ്മൾ ഉറങ്ങിക്കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങുമ്പോൾ ഒരാള് ഞാൻ സുഖമായിട്ട് ഉറങ്ങുകയാണെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? പറയില്ല. പക്ഷെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് പറയും, പുറകോട്ട് നോക്കിയിട്ട് പറയും ഞാൻ സുഖമായിട്ട് ഉറങ്ങി. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതാണ് ആ സ്റ്റേറ്റില് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാനോ ഒന്നും പറ്റില്ല. ആ സമയത്ത് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് എനിക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറയാൻ പറ്റുന്നത് അതാണ് ദാറ്റ്. അപ്പൊ നമ്മൾ ആ സ്റ്റേറ്റില് ആ ഒരു പർട്ടിക്കുലർ ആസ്പെക്റ്റിനെ സംബന്ധിച്ചോളം ഒരു സ്റ്റേറ്റ് ഓഫ് പെർഫെക്ഷനിലേക്ക് പോയിട്ട് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ആ സ്റ്റേറ്റ് ഓഫ് പെർഫെക്ഷനിൽ നമ്മൾ എപ്പോഴും ഉണ്ടായിരുന്നുവോ ആ സമയത്ത് ഞാൻ പ്രാജ്ഞാ സ്റ്റേറ്റിലാണ്. അതാണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇതിന്റെ ഇംപ്ലിക്കേഷൻ. അപ്പോൾ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ത്രിപുടി ഇല്ലാത്ത അവസ്ഥ. ഞാനാണ് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി ബോധമില്ലാത്ത അവസ്ഥ. സ്റ്റേറ്റ് ഓഫ് മെഡിറ്റേഷൻ. അതാണ് സ്റ്റേറ്റ് ഓഫ് മെഡിറ്റേഷൻ, ദ സ്റ്റേറ്റ് ഓഫ് പ്രാജ്ഞ. ഞാൻ ഒന്ന് ആഡ് ചെയ്യട്ടെ. ആക്ച്വലി നമ്മള് ആ സ്റ്റേജിലേക്ക് എന്താ പോവാണ്ടിരിക്കുക നല്ലത്. The reason is, അല്ല ഞാൻ കാര്യം പറയാം, because I had met some people who have realized it. The moment you go to that state, you know, it is so blissful, you won't like to come back. It is not mine, it is all people who have gone there and they have said. This is the purpose of this life is not for that. We know that it is such a beautiful state, and we have all come here to do certain action. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് that selflessness, you know, it's a very, very, very important word which has to be understood by all of us. And that Swamiji was mentioning that, you know, you don't try to go there. You understand that there is a state which is blissful, but try to take that blissfulness by doing selfless action which is going to be beneficial to the society. അത് കാരണം ആ സ്റ്റേജിലേക്ക് നിങ്ങൾ ട്രൈ ചെയ്യരുതെന്നാ അങ്ങോട്ട് പറഞ്ഞു തന്നത്. Is it correct, Satish ji? ആക്ച്വലി ആ സ്റ്റേറ്റില് പറഞ്ഞില്ലേ, ആ സ്റ്റേറ്റിന്റെ സുഖമായിരുന്നു എന്ന് ചെയ്യുമ്പോൾ അനുഭവിക്കുകയാണെങ്കിൽ നമ്മൾ ആ സ്റ്റേറ്റിൽ എത്തിയിട്ടില്ല എന്നർത്ഥം. പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടാണ് സുഖമായി. അല്ല, നമ്മളിപ്പോ ഉറങ്ങുമ്പോ എനിക്ക് നല്ല സുഖമായിട്ട് ഞാൻ ഉറങ്ങുകയാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സുഖമായിട്ടല്ല ഉറങ്ങണേ. പിന്നെ നമ്മൾ നേരത്തെ പ്രാവശ്യം ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ വേൾഡ് ഉണ്ടാക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റില് വിശ്വാനരൻ എന്ന് പറയുമ്പം വി ആർ ക്രിയേറ്റിംഗ് അവർ ഓൺ വേൾഡ് എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഹൗ ദ വേൾഡ് ഓഫ് ഈച്ച് അതർ ഓവർലാപ്സ്, അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. We were discussing about Prajna and Vishwanara. ഈ വിശ്വാനരം ഓരോരുത്തരുടെ ഓരോ വിശ്വാനരന്മാരും അവരുടെ വിശ്വങ്ങളെ എല്ലാം ഇന്റർലിങ്ക് ചെയ്തു കഴിഞ്ഞാൽ, ഇൻക്ലൂഡിങ് അത് മനുഷ്യന്റെ മാത്രമല്ല, ഈവൻ മൃഗങ്ങളുടെയും പൂച്ചകളുടെയും പ്രാണികളുടെയും എല്ലാത്തിന്റെയും, ആൻഡ് ഓൾസോ സ്ഥാവരമായിട്ടും ജംഗമമായിട്ടുള്ള എല്ലാ വസ്തുക്കളുടെയും വിശ്വം, ആ വിശ്വങ്ങളെ കൂടി കൂട്ടിച്ചേർന്നാൽ കിട്ടുന്നതാണ് അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഈശ്വര വിശ്വത്തിന്റെ വിശ്വാനരൻ. ഇവിടെ തേജസ്സയുടെ ലെവലിലേക്ക് പോകുമ്പോഴാണ് എല്ലാത്തിന്റെയും എന്ന് പറയുന്ന ഈശ്വരൻ.
അല്ല നമ്മളപ്പോ അത് ആക്ച്വലി ആ കൺഫ്യൂഷനിലേക്ക് പോകണ്ട, അതിന്റെ ആവശ്യമില്ല. അത് ഉപനിഷത്ത് പഠനത്തിലുള്ളതാണ്. Sorry, sir. Internet ഇത്തിരി weak ആണ്. Yeah, no problem. Okay, so we will actually meet up next month with Sure, 16 and 17. See you. Oops, ഞാൻ സ്റ്റോപ്പ് ചെയ്യട്ടെ, കാരണം ഞാൻ അടുത്ത ഒരു ക്ലാസ് ഉണ്ട് ഇപ്പോഴേ മറ്റേ കുട്ടികളുടെ. ലക്ഷ്മി, ഐ വിൽ മെസ്സേജ്. കേൾക്കണില്ല. സാറേ ഇതിന്റെ പിന്നെ റെക്കോർഡിംഗ് ഒന്ന് ഗ്രൂപ്പിൽ ഇടണം. ഐ വിൽ. സ്റ്റോപ്പ് ചെയ്യട്ടെ.